ഈ റാസയ്ക്കും പ്രദേശം യേശുവിന് വേണ്ടി നേടുവാൻ. ഹല്ലേലൂയ. യേശുവിനെ അറിയാത്ത അനേകർ യേശുവിനെ അറിയുവാൻ നാം ഓരോരുത്തരും അതിനുള്ള ഉപകരണങ്ങളായി തീരുവാനിടയാകുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം അതിനനുയോജ്യമായ വിധത്തിൽ നമ്മെ ഉപയോഗിക്കേണ്ടതിന് ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, നീ എന്നോട് സംസാരിക്കണമേ, നിന്റെ ഹിതം എന്നെ അറിയിക്കണമേ, ഞാൻ ഏത് വഴിയിൽ മുമ്പോട്ട് പോകണമെന്ന് കർത്താവെ നീ എന്നെ അറിയിക്കണമെന്ന് ഈ രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥനെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കാം. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ് കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാണ്. ഈ രാത്രികാലം ദൈവത്തിൻ്റെ വൻകരം ഇവിടെ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ കരം ഇവിടെ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മളിവിടെ കൂട്ടി വരുത്തിയെങ്കിലും പരിശുദ്ധാത്മാവ് ഇവിടെ ചിലതൊക്കെ ചെയ്യുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. ഒരു ദൈവ പ്രവൃത്തി ഈ റാസൽ കൈമായിൽ ആരംഭിക്കുന്ന രാത്രിയായിത്തീരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ചിലതൊക്കെ ചെയ്യുന്ന ഒരു രാത്രിയായിത്തീരുവാൻ ഇന്നു മുതൽ ഈ റാസൽ ദേശത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ വ്യാപാരം ഉണ്ടാകുവാൻ, യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയുവാൻ ഇടയായിത്തീരേണ്ടതിന് ദൈവകരങ്ങളെ കേൾപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവേ, വിശ്വസ്തനായ ദൈവമേ, ഈ സമയത്ത് അടിയളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ രാത്രികാലം തൃപ്പാദപീഠത്തിൽ അടുത്ത് വരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായ സ്തോത്രം. തുറക്കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രികാലം ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് തിരുനാമത്തിന് പൂർണ്ണ മഹത്വം ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിനല്ല, ചർച്ചിൻ്റെ പേരിനല്ല, ദൈവനാമം ഈ രാത്രിക്കാരോട് മഹത്വപ്പെടുവാൻ സ്വർഗമിടയാക്കി തീർക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ സ്വർഗം ഇത് രാത്രിക്കാലം ഇവിടെയാക്കിക്കാട്ടെ. ഈ റാസയ്ക്കുമായി യേശുവിനെ അറിയുവാൻ, ഇവിടെയുള്ള ഓരോ ജനങ്ങളും യേശുവിനെ അറിയുവാൻ ഈ മീറ്റിംഗിൽ നിമിത്തം സ്വർഗമിടയാക്കുമാറാകണമെന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്തിനെതിരെ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ തകർക്കപ്പെടുന്ന രാത്രികളായിരിക്കാൻ സ്വർഗമിടയാക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർ വ്യാപരിക്കുന്ന ദൈവസഭകളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ തകർക്കപ്പെടുന്ന ദിനങ്ങളായിരിക്കാൻ സ്വർഗമിടയാക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യമായി ക്രിസ്തുവിനെ ആരാധിക്കുന്ന ദിനങ്ങളായി ഇന്നു മുതൽ ഈ ദേശത്ത് തീരുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭകളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടയാത്മാവ് യേശുവിൻ നാമത്തിൽ ഈ റാസൽ കൈമയിൽ നിന്ന് വിട പറയുന്ന രാത്രിയായി ഈ രാത്രി തീരേണ്ടതിന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവജനം ഒരുമിക്കട്ടെ, ദൈവജനം ഒരുമിച്ച് അങ്ങ് ആരാധിക്കട്ടെ, ആ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. അതുള്ള ഒരു തുടക്കമായി ഈ രാത്രികാലം തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതോടൊപ്പം യേശു അറിയാതെ ജീവിക്കുന്ന ജീവിതങ്ങളുടെ മേൽ പാപത്തിൻ്റെ ബോധം വരുന്ന ഒരു രാത്രിയായി ഈ രാത്രികാലം തീരുവാൻ തുറക്കണം സ്വർഗം ഇടയാക്കിക്കാട്ടെ. പാപത്തിന് പിടിയിലാകപ്പെട്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്ന രാത്രിയായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മീറ്റിംഗിൽ ഞങ്ങൾ അങ്ങോട്ട് കരങ്ങൾ ഏൽപ്പിക്കുക. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ കൂട്ടിവരുത്തനായി സ്തോത്രം ചെയ്യുന്നപ്പ ആത്മനിറവൽ നിർത്തിക്കാട്ട്, ദൈവത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിർത്തിക്കാട്ട്. കർത്താവെ, സ്വർഗത്തിൻ്റെ മകനിൽ കൂടെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നതിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പാട്ടുപാടുന്നതിൻ്റെ മക്കളെ ബലപ്പെടുത്തിക്കാട്ടെ, ആത്മാവിൻ്റെ മക്കൾ പാടട്ടെ, ഇൻഷുറൻസ് ഉപയോഗിക്കുന്ന മക്കളെ ബലപ്പെടുത്തിക്കാട്ടെ, സിസ്റ്റം കൈകാര്യം ചെയ്ത മൈതെല്ലാം ബലപ്പെടുത്തിക്കാട്ട്. കർത്താവെ, കടന്നിരുവാളെ എല്ലാ മക്കളെയും കൂട്ടി വരുത്തിക്കാട്ട്, എല്ലാ വാഹനങ്ങളും കൂടെ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നാട്ട്, തക്ക സമയത്ത് ഏവരെയും കൂട്ടി വരുത്തിക്കാട്ട്. ഈ ഹോളിനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ ദൂതമാരുടെ കാവലിൽ മറച്ചാട്ട്, സകലത്തെയും പരിശുദ്ധിയാൽ നിയന്ത്രിച്ചാട്ട്. കർത്താവ് പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വം പുകഴ്ച ബഹുമാനം അപ്പച്ചെടുത്താട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുന്നു. Hallelujah. It's good to be in the presence of God. Amen. The word of God says one day in the presence of God is better than 1,000 days elsewhere. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ
എനിക്കേകിയോരേ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോരേ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എന്നാത്മസഖി. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എന്നാത്മസഖി. എന്റെ യേശുവേ എന്റെ ജീവനെ എന്റെ ആശയേ നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ എന്റെ ജീവനെ എന്റെ ആശയേ നീ ഒന്നു മാത്രമേ. സ്നേഹിക്കും നിന്റെ ദാസന് നന്മയല്ലാതൊന്നും നാഥൻ ചെയ്തിടുമോ. എന്നെ പേർ ചൊല്ലി വിളിച്ചിടുവാൻ കൃപ തോന്നി എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എൻ ആത്മസഖി. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എൻ ആത്മസഖി. എന്റെ യേശുവേ എന്റെ ജീവനെ എന്റെ ആശയേ നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ എന്റെ ജീവനെ എന്റെ ആശയേ നീ ഒന്നു മാത്രമേ. Hallelujah. Hallelujah.
നമ്മളുടെ ജീവനും നമ്മളുടെ എല്ലാം everything is Jesus Christ. Hallelujah. Hallelujah. There is nobody other than Jesus Christ. Amen. Hallelujah. Hallelujah. Let's enjoy His presence as we sing this song. Ninjanam ninnil aanandikkuvan. Let's enjoy the presence of God. Hallelujah. നിന്ദനം നിന്നിൽ ആനന്ദിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. നിന്ദനം നിന്നിൽ ആനന്ദിക്കുവാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ, ആനന്ദമാനന്ദമാത്മാവിൽ, ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ, ആനന്ദമാനന്ദമാത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ സ്വർഗീയ വിളിക്കൂ വിളിക്കപ്പെട്ടോർ വിശ്വാസത്തിൻ നായകനെ ഓർത്തിടുക. സ്വർഗീയ വിളിക്കൂ വിളിക്കപ്പെട്ടോർ വിശ്വാസത്തിൻ നായകനെ ഓർത്തിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. രക്ഷയ്ക്കായി കാത്തിടുന്ന വിശ്വാസത്തിനായി ജീവിച്ചിടുക. ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ, ആനന്ദമാനന്ദമാത്മാവിൽ, ആനന്ദമാനന്ദം ക്രിസ്തേശുവിൽ, ആനന്ദമാനന്ദമാത്മാവിൽ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ 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 പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുൻപേ ദാവീദെ പോലെന്നു നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയ മഹത്വം. ദാവീദെ പോലെന്നു നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ തീയാലെന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നും 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 മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവേ. ഹല്ലേലൂയ മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവേ. ഹല്ലേലൂയ മഹത്വം.
സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നു മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നു മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നു മഹത്വം. സ്വർഗീയ തീയാൽ എന്നെ മുറ്റും നിറച്ചിടുന്ന രാജാവിനെന്നു മഹത്വം. Hallelujah. 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 Glory. രാജാവിനെന്നും മഹത്വം. Hallelujah. 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 Let's concentrate on Jesus alone. Hallelujah. Hallelujah. Because He deserves all the glory. Hallelujah. Hallelujah. Let's worship God as we sing this song. Hallelujah. Let's worship Him. Hallelujah. Oh, let's worship Jesus. Hallelujah. He deserves all the glory. Jesus, you are worthy above all. You deserve the glory. Oh, hallelujah. Oh, hallelujah. You are worthy. Yes, Lord Jesus, you are worthy, Lord. We are in the mighty presence of a mighty God. Amen. Hallelujah. In the name of Jesus, the sickness flee. Hallelujah. Hallelujah. The sick gets healed in the presence of God. Amen. Hallelujah. There's a mighty revival when we worship our living God. Hallelujah. The word of God says it's not by might, it's not by power, it's by the Spirit of the living God. Amen. Amen. Hallelujah. Let's worship Him. Let's worship the King of Kings and the Lord of Lords. Let's give our life unto the hands of Jesus and we tell Him that, Lord, we worship You and we praise You. Hallelujah. 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 For the Lord God Almighty reigns. Hallelujah. Hallelujah. Holy. Yes, you are holy. He's a holy God. Jesus, you are holy. You are worthy, Jesus. Oh, you are worthy. Holy are you, Lord God. Oh, you are worthy. Oh, you are worthy, Jesus. जिस नाम में Hallelujah. Hallelujah. You're worthy, Lord Jesus. वो नाम है यीशु मसीह, जिस नाम में है बंदगी, वो नाम है यीशु मसीह। यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम,
यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम की जय। जिस नाम में है जिंदगी, वो नाम है यीशु मसीह। जिस नाम में है बंदगी, वो नाम है यीशु मसीह। ചേർന്ന് പാടാം. യേശു നാം, യേശു നാം, the name above every name. യേശു നാം, യേശു നാം, the name above every sickness. യേശു നാം, the name above every problems. The name above every situation is the name of Jesus. യേശു നാം, യേശു നാം, യേശു നാം, യേശു നാം, യേശു നാം की जय। യേശു നാം, യേശു നാം, യേശു നാം, യേശു നാം, യേശു നാം, യേശു നാം की जय। हम गाए हो सेना, राजाओं का है राजा। तेरी महिमा होवे सदा। Oh Jesus, हे प्रभु हमारा खुदा। गाए हो सेना, तू राजाओं का है राजा। तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा। यीशु मसीह तेरे जैसा है कोई नहीं। तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। यीशु मसीह, यीशु मसीह तेरे जैसा है कोई नहीं। तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। हम गाए हो सेना, तू राजाओं का है राजा। तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा। गाए हो हम गाए सेना, तू राजाओं, यीशु मसीह तू राजाओं का राजा। You are the King of Kings and the Lord of Lords. Oh Jesus, you are a wonderful God. Amen. Hallelujah. प्रभु हमारा खुदा। तू है प्रभु हमारा खुदा। आराधना, आराधना,
ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ആരാധന 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 യേശുവേ നിനക്ക് ആരാധന യേശുവേ ആരാധന ആരാധന അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ ആരാധിക്കുന്നതാണ് ആരാധിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ സ്നേഹിച്ചിടുന്നു അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവിനെ അങ്ങേ സ്നേഹിച്ചിടുന്നു അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവിനെ അങ്ങേ പുകഴ്ത്തുന്നതാണ് എൻ്റെ ആശ അങ്ങേ പുകഴ്ത്തുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ പുകഴ്ത്തുന്നതാണ് എൻ്റെ ആശ അങ്ങേ പുകഴ്ത്തുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ പുകഴ്ത്തിടുന്നു അങ്ങേ പുകഴ്ത്തിടുന്നു യേശു രാജാവിനെ അങ്ങേ പുകഴ്ത്തിടുന്നു അങ്ങേ പുകഴ്ത്തിടുന്നു യേശു രാജാവിനെ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്നതാണ് നമ്മളുടെ ആശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. There is nobody other like Jesus. Amen. Hallelujah. This is a time for giving to the Lord. Hallelujah. The word of God says, the more you give to God, the more you will receive. Hallelujah. So it's a time for offering. As we sing this song, we will be collecting the offerings. Glory. Hallelujah. സ്തോത്രം. നമ്മുടെ ദൈവം വലിയവൻ തന്നെ, അത്യുന്നതനായ യഹോവയാണവൻ. നമ്മുടെ ദൈവം വലിയവൻ തന്നെ, അത്യുന്നതനായ യഹോവയാണവൻ. സ്തോത്രം ചെയ്യാം, സ്തുതികൾ പാടാം സർവശക്തന്. ഹല്ലേലൂയ പാടാം, സ്തോത്രം ചെയ്യാം, സ്തുതികൾ പാടാം സർവശക്തന്. ഹല്ലേലൂയ പാടാം. നമ്മുടെ ദൈവം വലിയവൻ തന്നെ, അത്യുന്നതനാം യഹോവയാണവൻ. നമ്മുടെ ദൈവം വലിയവൻ തന്നെ, അത്യുന്നതനാം യഹോവയാണവൻ. മനം തകർന്നോരെ സൗഖ്യമാക്കുന്നവൻ, മുറിവുകളൊക്കെയും കെട്ടിടുന്നവൻ. മനം തകർന്നോരെ സൗഖ്യമാക്കുന്നവൻ, മുറിവുകളൊക്കെയും കെട്ടിടുന്നവൻ. ഇസ്രായേലിന്റെ പരിപാലകൻ, യെരൂശലേമിനെ പണിയുന്നവൻ. ഇസ്രായേലിന്റെ പരിപാലകൻ, യെരൂശലേമിനെ പണിയുന്നവൻ. നമ്മുടെ ദൈവം വലിയവൻ തന്നെ, അത്യുന്നതനായ യഹോവയാണവൻ. നമ്മുടെ ദൈവം വലിയവൻ തന്നെ, അത്യുന്നതനായ യഹോവയാണവൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെയും എണ്ണി നോക്കുന്നു, പേർ വിളിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെയും എണ്ണി നോക്കുന്നു, പേർ വിളിക്കുന്നു. അബ്രഹാമിന്റെ ദൈവമാണവൻ, യാക്കോബിന്റെ രക്ഷകനവൻ. അബ്രഹാമിന്റെ ദൈവമാണവൻ, യാക്കോബിന്റെ രക്ഷകനവൻ. നമ്മുടെ ദൈവം വലിയവൻ തന്നെ, അത്യുന്നതനാം യഹോവയാണവൻ. നമ്മുടെ ദൈവം വലിയവൻ തന്നെ, അത്യുന്നതനാം യഹോവയാണവൻ. I request Lijo Pastor to please come and pray for the offering. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി നിന്നോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്നെ ആരാധിക്കുവാൻ അവിടെ നൽകിയ അവസരത്തിനായി സ്തോത്രം. വിശേഷം നിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നീട്ടപ്പെട്ട സ്തോത്ര വഴിപാടിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കരങ്ങളെ ഇവിടുന്ന് ബലപ്പെടുത്തിയാട്ട് ആർക്കെങ്കിലും ഇതിലേക്ക് നീട്ടുവാൻ കർത്താവേ ഭാരത്തോടായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമേ നിന്റെ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ നീട്ടപ്പെട്ട ഓരോ പൈസകളും കർത്താവേ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിച്ചാട്ട്. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി മൂലധനമായി തീരുവാൻ ദൈവം സഹായിച്ചാട്ട്. മാനവും മഹത്വം അംഗീകരിച്ച് നൽകുന്നു. തുടർന്നുള്ള ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. ആമേൻ. കരങ്ങളെ ഓർത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ വീണ്ടും ഒരിക്കൽ കൂടെ കരങ്ങളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ പ്രദേശത്തും ഒരു കൺവെൻഷൻ നടത്തുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചാട്ടെ. ദൈവത്തെ സ്തുതിക്കുക.
ഔപചാരികമായ ചടങ്ങുകളൊന്നുമില്ലാതെ സ്വാഗത പ്രസംഗങ്ങളോ അങ്ങനെയുള്ളതായ സാധാരണ കൺവെൻഷനിൽ കടന്നു വരുന്നതായിരിക്കുന്ന ഒന്നുമില്ലാതെ നേരെ വചനത്തേക്ക് കടക്കുവാൻ തക്കണം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ളതിനൊക്കെ ഒരു വ്യത്യാസം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു സ്വാഗത പ്രസംഗം പിന്നെ ഒരു പ്രാർത്ഥിക്കുക അങ്ങനെ ഒന്നുമില്ലാതെ 1 മിനിറ്റ് പോലും കളയാതെ കർത്തദാസന് മൈക്ക് കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇവിടെ കൂട്ടി വരുന്നെങ്കിൽ ഇവിടെ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും എൻ്റെ സുവിശേഷം അറിയിക്കണം. അത് സുവിശേഷം അറിയിച്ചതിന് ശേഷം അവർ രക്ഷിക്കപ്പെട്ടിരുമ്പോൾ അവരെ ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ശിഷ്യരാക്കിക്കൊള്ളുവെന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അനേക ശിഷ്യന്മാരുണ്ട്, അനേക ആരാധനയുണ്ട്. എന്നാൽ ദൈവം കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ ഒരുക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മീറ്റിങ്ങുകളുടെ ഉദ്ദേശം. ഹല്ലേലൂയ. സന്തോഷമുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ആകയാൽ തുടർന്നുള്ളതായ സമയങ്ങൾ കർത്തദാസന് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ശേഷം നാളെ വീണ്ടും ഇവിടെ കൂടി വരുന്നതാണ്. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ഷാർജയിൽ വർഷിപ്പ് സെൻ്ററിലും സെൻറ്റ് മാർട്ടിനുമായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ട് സ്വർഗത്തിലെ ദൈവത്തെ നമ്മളെ ചിലതൊക്കെ ഏൽപ്പിക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മളൊരു പ്രത്യേകമായിരിക്കുന്ന വ്യക്തിത്വങ്ങളായി കണ്ടതുകൊണ്ടാണ് ഇന്നിവിടെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയോട് തന്നെ ദൈവസ്ഥലായിരുന്നാട്ട് തുടർന്നായിരിക്കുന്ന സമയങ്ങൾ ഒന്നും പറയാതെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ളതായ സമയങ്ങളിൽ ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ സന്തോഷ് മുമ്പോട്ട് കടന്നു വന്ന മീറ്റിംഗ് അനുഗ്രഹത്തിന് വേണ്ടി വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിതമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവമേ, അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വന്ന് തിരുവചനത്തിലെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തേനിനേക്കാളും തേൻകട്ടേക്കാളും മാതിരിയുള്ള ദൈവത്തിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന് ആനന്ദമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ബലമായി തീരുവാൻ, ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ കൂടി വരവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുകയാണ് കർത്താവേ. ബന്ധനങ്ങളെ അഴിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ ഹല്ലേലൂയ രോഗികൾ സൗഖ്യമാകണം, പ്രൈസ് ദി ലോർഡ്. അശക്തർ ബലപ്പെടണം, പ്രൈസ് ദി ലോർഡ്. ആത്മശക്തിയോട് ആത്മനിറവോടെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവജനത്തെ അവിടുന്ന് ഒരുക്കുമാറാകണം പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആദൃശ്യ മണ്ഡലത്തിൽ ആവരിക്കുന്ന എല്ലാ വാഴ്ചകളെയും ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ അപ്പന്റെ വലിയ സാന്നിധ്യത്താൽ വലിയ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ ആമീൻ തകർക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ആത്മമണവാളൻ കടന്നു വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്തെന്നാൽ അങ്ങയുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ എഴുന്നള്ളാമെന്ന് വാക്ക് പറഞ്ഞവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ രാത്രിയിൽ ഹല്ലേലൂയ ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ ഭൃത്യനെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. വചനം സംസാരിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മനിറവോടുകൂടി ഹല്ലേലൂയ ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. എല്ലാ നന്മകളെ കൊണ്ട് നിറച്ചാട്ട് വരവിനായി ഒരുക്കിക്കാട്ട് എല്ലാം ഞങ്ങൾക്കായി ജീവൻ തന്ന പൊന്നേശു അപ്പച്ചന്റെ തന്നെ നാമത്തിൽ പിതാവേ കേട്ടുത്തരമല്ലണമേ. ആമേൻ. അതാണ് ഒരു കാര്യം. നമ്മുടെ മനസ്സുകൊണ്ട് ഈ കഴിവുകളെല്ലാം ചെയ്യും. സഹായിക്കട്ടെ. മൈക്കില്ലെങ്കിലും അവരുടെ പ്രസംഗത്തിന് നല്ല ശബ്ദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലെന്ന് തോന്നിയാൽ ഞാൻ മൈക്കില്ലാതെ പ്രസംഗം. അത് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം വളരെ ശബ്ദം ഉണ്ടാക്കുന്നുള്ളതല്ല, പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ പുറകിൽ കേൾക്കുന്നുണ്ട് സഹോദരൻ, നിങ്ങൾ കുറച്ച് മുന്നോട്ട് ഒത്തിരി പരിമിതികളുണ്ട്. ഫ്രണ്ട് എടുക്കും.
സൗകര്യമാരെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നതിന് കുറച്ച് കൊടുത്തിരുന്നു. വന്നു ഈ സൈഡിൽ കേൾക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യമായ സ്ഥലങ്ങളിൽ വിളിക്കുക. കർത്താവിനെ സഹായിക്കട്ടെ. ഈ ഹോളിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നത്. ഇപ്പോഴാണ് ഈ ഹോളിന് പിടികിട്ടുന്നത്. ഈ അടുത്ത പ്രാവശ്യം നമ്മൾ മീറ്റിംഗ് നടത്തുമ്പോൾ അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കി നമ്മൾ മീറ്റിംഗ് ചെയ്യും. സൗണ്ട് എഞ്ചിനീയേഴ്സ് അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് നടക്കത്തില്ല. നമ്മൾ ചേർന്ന കർത്താവിന് സ്വന്തം പറഞ്ഞു ഈ നല്ല യോഗ ശക്തിക്കുവാൻ കർത്താവിനെ നല്ല അവസരമായ സ്വന്തം കർത്താവദാസൻ നമ്മെ യോഗവാസമൊക്കെ വർഷങ്ങളെ ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന വാത്സല്യപ്രിയപ്പെട്ടവർക്കായി സ്വന്തം എൻ്റെ ഈ ഭാഗത്തിരിക്കുന്ന വിലാസമാക്കാൻ ദൈവത്തിൽ നന്ദി പറയുന്നത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ പദവി, നിങ്ങളുടെ പൊസിഷനൊക്കെ എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാം ഞാൻ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഒരിക്കലും ചെയ്യട്ടെ. ജയലാൽ എൻ്റെ സ്നേഹിതൻ ഇന്ന് രാത്രി ഒരു ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. സൗകര്യമുണ്ട്. ഇങ്ങനെ ഈ പ്രദേശത്ത് ഇവിടെ വലിയ ആൾക്കാരില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഇത്രയും ആളുകളോട് കൂടി തന്നെ വെല്ലുവിടുകയാണ്. കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവിനെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒത്തിരി സമയം പ്രസംഗിക്കാൻ സമയമില്ല. നാളെ വരണ്ടേ എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാം 1 മണിക്കൂർ സമയം നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ പോവുകയാണ്. കർത്താവ് വെച്ചാൽ നാളെ അങ്ങനെ അത്രയും നമുക്ക് ഒക്കത്തുള്ളൂ. കർത്താവിൻ്റെ വിശേഷമായ അവസരം തരട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അതിന് സന്തോഷത്തോടു കൂടിയായിരിക്കും. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അവരെ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും വളരെ വിലപ്പെട്ട ചില ദൈവാലോചനകൾ നിങ്ങളുമായി സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പറഞ്ഞ 10-22 പ്രാവശ്യം ഞാൻ ഈ രാജ്യത്തിൽ വന്നു. പക്ഷേ 22 തവണയും തൊടാത്ത ചെറുതൂതുകളായിരിക്കും ഇന്ന് നാളെ കർത്താവിൻ്റെ ഹൃദയത്തോട് ആഗ്രഹിക്കുന്നത്. അത് അതിശബ്ദമായിരിക്കും. അത് അസാധാരണമായ വിടുതലുകൾ നിങ്ങളുടെ അകത്തേക്ക് കൊണ്ടുവരുന്ന ദൂതങ്ങളായിരിക്കും. ഇപ്പം നിങ്ങളൊരു നല്ല പ്രസംഗം കേൾക്കാനായിരിക്കുന്നുവെങ്കിൽ മിക്കവാറും നാളെ ഒരു നല്ല പ്രസംഗം കേൾക്കാൻ പറ്റും. പക്ഷേ ഇന്ന് രാത്രി അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയും അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനും ഒക്കെ പിടിക്കാൻ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണാൻ പോകുന്നത്. 2013 ജനുവരി മാസം ഇവിടെ ആയിരിക്കും എനിക്ക് അവസരം ഉണ്ടാക്കി. ജനുവരി ഞാൻ നാട്ടിൽ മടങ്ങിപ്പോയതിനു ശേഷം ഒരു മീറ്റിങ്ങിലും പ്രധാനമായും പ്രസംഗിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ സമയത്തും പ്രസംഗത്തിൻ്റെ ഒരു സമയമാകുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളവിടെ വരും. കർത്താവ് വന്നപ്പോൾ നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അമ്മേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേ ഈ ദിവസങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി മൂവ്മെന്റ് നമ്മുടെ ദേശത്ത് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വലിയ കരം ഈ ദിവസങ്ങൾ കൂടെ ചലിക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിന്തയ്ക്കായി ഈ പരിമിതികളെല്ലാം ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി ചിന്തയ്ക്കായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം കുരിന്ത്യലേഖനമാണ്. കുരിന്ത്യലേഖനത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. ഹല്ലേലൂയ. 1 കുരിന്ത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 23-ഉം 24-ഉം വാക്യവും ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. 1 കുരിന്ത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 22, 23, 24 ഈ വാക്യങ്ങൾ വായിച്ച് ശാന്തമായ ചില ചിന്തകൾ നമുക്ക് നടത്താം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മലയാളത്തിൽ വായിക്കാൻ വായിച്ചു. വായിച്ചു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ചേർന്ന് പറഞ്ഞ രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രൂശിന്റെ വചനം ഒരു ദൈവശക്തിയാണ്. 22, 23, 24 വാക്യങ്ങളിലൂടെ ചേർന്ന് പറഞ്ഞ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രത്യേകത അടുത്ത വാക്യങ്ങൾ വായിച്ചു. അത് ചില ആള് വിളർച്ചയാ. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവൊക്കെ പ്രസംഗിക്കും ചില ആള് വിളർച്ചയാ. അമ്മേ അടുത്തത് ചില ആളുകൾക്ക് ഇതൊരു മണ്ടത്തരം. അമ്മേ എന്നാൽ അടുത്തത് യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ചില ആളുകളുണ്ട്. അമ്മേ വിളിക്കപ്പെട്ട ആളുകൾക്ക് ഈ ക്രൂശിന്റെ വചനത്തിന്റെ പ്രത്യേകത ദൈവശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമായ ക്രിസ്തു. ആമേൻ. ഈ രാത്രിയുടെ കൂടെ നിങ്ങളുണ്ടോ? കർത്താവെന്ന് വെച്ചാൽ ഈ
ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ഉറക്കെ പറഞ്ഞ ദൈവശക്തിയും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. 2006 മുതൽ ഞാൻ കർത്താവിനെ പ്രസംഗിക്കുന്ന ആളാണ്. എൻ്റെ പ്രസംഗത്തിന് വേറൊരു വിഷയമില്ല. എൻ്റെ പ്രസംഗത്തെ തുടർമാനം കേട്ട ആളുകൾ ഇരിപ്പുണ്ട്. ആമേൻ. എൻ്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹല്ലേലൂയ. ക്രിസ്തോളജിയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയങ്ങൾ തന്നെ. ഹല്ലേലൂയ. കർത്താവ് ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന ചില ദൈവാലോചനകളാണ് ഇന്ന് രാത്രി നിങ്ങൾ സംസാരിക്കുന്നത്. അവൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെല്ലാവർക്കും ഇത് മനസ്സിലാക്കണം നിർബന്ധമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ഒരു 3 ദിവസം മീറ്റിങ്ങിന് കടന്നുപോയി. അവൻ ആ കൂട്ടത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടില്ല. ആദ്യത്തെ 2 ദിവസം യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് ലാസ്റ്റ് ദിവസം ഞാൻ പ്രസംഗിക്കാൻ നിന്നപ്പോ ആ സംഘാടകർ ഒരാളെന്നെ തോന്നി ചോദിക്കുക, ഇന്നെന്തോ പ്രസംഗിക്കാൻ വന്നു? ഞാൻ പറഞ്ഞു, ക്രിസ്തു വേറെ പുള്ളി ഒരിക്കൽ വേറെ ഒന്നും. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ എല്ലാവരും പ്രസംഗിക്കുന്ന സാധനം മനസ്സിലാകുന്നില്ല, അവർക്കത് പിടികിട്ടുന്നില്ല. ആമേൻ. ഒത്തിരി പേർക്കത് മനസ്സിലാകത്തില്ല. ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് നിനക്ക് സന്തോഷമുള്ള കുറെ കാര്യങ്ങൾ പ്രസംഗിച്ച് നിന്നെ ഇഷ്ടപ്പെടുന്നതല്ല ക്രിസ്തീയ ശുശ്രൂഷ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് ക്രിസ്തീയ ശുശ്രൂഷ. ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ ആമേൻ അവിടെ ഭയങ്കരമായ ദൈവത്തോട് നടക്കും. ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ മറ്റു പലതും താഴ്ന്നേ പറ്റത്തുള്ളൂ. ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ നിന്റെ ശരീരത്തിലെ രോഗം താണേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരുടെയും തലയിൽ കൈവച്ചൊന്നും ശ്വാസിക്കാതില്ല. ശകലത്തിന്റെ മറുപടിയായി യേശുവിനെ ഞാൻ ഉയർത്തി നൽകാം. അതിൽ കൂടെ ഇന്ന് രാത്രി ഒരു ഭയങ്കര വിടുതലുകൾ നിങ്ങളുടെ സംഭവിക്കട്ടെ എന്ന് രാത്രി ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രസംഗങ്ങളെല്ലാം പ്രസംഗിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ഈ പ്രത്യേകിച്ച് ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം, ആമേൻ, ഈ കർത്താവിനും ഭയങ്കര ആവേശമാണ് ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കേൾക്കാൻ വേണ്ടി. ആമേൻ. കർത്താവിന് ഭയങ്കര ആവേശം. യെരൂശലേമിൽ നിന്നും എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് നടത്തുന്ന വിഷയം. ആമേൻ. അവരുടെ തർക്കം എന്ന് പറഞ്ഞാൽ കുമ്പനാണ്ട് നടന്ന ഇലക്ഷനൊന്നും ഭയങ്കര തർക്കം എന്നോട് കണക്കി തോന്നുന്നു. അവരുടെ തർക്കം എന്ന് പറഞ്ഞാൽ വെള്ളം കൂടണോ അതോ കറുത്ത ഷർട്ടിടണോ അതോ ഈ മാനയും തമ്മിൽ ഊരണോ അതൊന്നും അല്ല അവരുടെ തർക്കം. ആമേൻ. അവരുടെ തർക്കം മുഴുവൻ ഉയർത്തെഴുന്നേറ്റവരെ കുറിച്ചായിരുന്നു. 2 ദിവസം മുമ്പ് യെരൂശലേമിൽ ഒരു സംഭവം നടന്നു. ആമേൻ. നസ്രയൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇതായിരുന്നു അവരുടെ തർക്ക വിഷയം. ആമേൻ. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആമേൻ ഇത് കേൾക്കാൻ ഉയർത്തെഴുന്നേറ്റവൻ കൂടെ നടക്കാൻ തുടങ്ങി. ഈ രാത്രി നിന്റെ സഭായോഗത്തിൽ കർത്താവ് വരാൻ നീ ഒന്നും ചെയ്യണ്ട. നീ ഉയർത്തെഴുന്നേറ്റവരെ കുറിച്ച് പ്രസംഗിച്ചാൽ മതി. ആമേൻ. അത് കേൾക്കാൻ അവൻ നിന്റെ അടുക്കൽ വന്നിരിക്കും. അവൻ വന്നാൽ നിന്റെ പരാജയത്തിന്റെ എൽമുവസ് ഒളിഞ്ഞിരിക്കും. അവൻ വന്നാൽ നീ മാളിക പോയി കയറിയിരിക്കും. എന്റെ രീതിയിൽ പ്രസംഗിക്കുന്നത് രാത്രി പറ്റത്തില്ല. കാരണം ഇത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ മുടക്കം മാത്രം കേൾക്കത്തില്ല. അവൻ അതുകൊണ്ട് ഇന്ന് രാത്രി എത്രത്തോളം താഴ്ന്ന് പ്രസംഗിക്കാം അങ്ങനെ ഒരു ശൈലി പ്രസംഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ അവൻ തോമസിന്റെ ഏറ്റവും വലിയ സംശയം ക്രൈസ്തവനെ കാണണമെന്നില്ല. ഈ തോമസിന്റെ ആമേൻ അവന്റെ സംശയം ഉയർത്തെഴുന്നേറ്റവന്റെ ആ വിലാപ്രദത്വം. ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ച് ആ സംശയവുമില്ല. ആമേൻ. ആ സംശയം പരിഹരിക്കാൻ നിന്റെ മുറിയിൽ അവൻ ഇറങ്ങിയിരിക്കും. എത്ര രാത്രി ഉയർത്തെഴുന്നേറ്റവനെ കനകളിൽ താല്പര്യം നന്ദി പറഞ്ഞു. ഒരുപാട് തവണ പെരുന്തലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പെരുന്തലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷൻ പറയാതെ നേരിട്ട് കയറാം. ഹല്ലേലൂയ. എങ്കിലും പുതുതായിട്ട് വന്നവരെ 2 വാക്ക് അതിൽ പരിചയപ്പെടുത്തുമല്ലോ. ആമേൻ. ഈ പെരുന്തലേഖനത്തിന്റെ പ്രത്യേകത, ഈ കൊരിന്ത്യ സഭയുടെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരും ഭയങ്കര ജ്ഞാനികളുമാണ്. ആമേൻ. ഈ ഗ്രീക്ക് സാമ്രാജ്യമൊക്കെ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ബുദ്ധിമാന്മാരെന്നല്ല. അവിടുത്തെ ബുദ്ധിമാർ ഈ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ എന്ന് പറയുന്ന ഈ തത്വ ഫിലോസഫേഴ്സിന്റെ ഒരു കോട്ടയാണ് ഈ എന്ന് പറയുന്ന ഈ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം. അവൻ ചുരുക്കി പറഞ്ഞാൽ അലക്സാണ്ടർ ചക്രവർത്തി വളർത്തിയെടുത്ത ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നാണ് കൊരിന്ത് പട്ടണം. അവിടുത്തെ ഫിലോസഫേഴ്സ് പറഞ്ഞാൽ വാ തുറന്നാൽ അവർ ജ്ഞാനമേ പറയത്തുള്ളൂ, വാ തുറന്നാൽ അവർ ബുദ്ധിയെ പറയത്തുള്ളൂ. ആമേൻ. 2-3 മാസങ്ങൾക്ക് മുമ്പ് യെരൂശലേമിൽ ഒരുത്തൻ മരിച്ച കാര്യമൊക്കെ അവർക്കറിയാം. ആമേൻ. യെരൂശലേമിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ കാര്യമൊക്കെ അവർക്കറിയാം. ആമേൻ. അങ്ങനെ ആ കൂട്ടത്തിൽ
പറയുന്ന മനുഷ്യനും കൂടെ പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് പൗലോസിനോട് തിരിച്ചു പറഞ്ഞൊരു പദമുണ്ട്, നിനക്ക് വിദ്യാബോധത്താൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ആമേൻ. അപ്പൊ ഈ പഠിച്ച് വട്ടായി പോയ ആളായിരുന്നു പൗലോസ്. നമ്മുടെ ചില ആളുകളെ കണ്ടിട്ടില്ലേ, പഠിച്ച് മാർഗം വട്ടായി പോവാമേ. ചില ആളുകൾ അങ്ങനെ പഠിച്ച് വിദ്യാബോധത്താൽ ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ ഡിഗ്രികളും മനസ്സിലാക്കിയ ഒരുവന്റെ മുമ്പിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ആമേൻ. ക്രിസ്തു എന്നവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടോ അന്നവൻ ലോകത്തിന്റെ ജ്ഞാനത്തെ മാറ്റിവെച്ചിട്ട് ലോകത്തിന് മണ്ടത്തരമായ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പിടിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് ഒരിക്കലും ഫിലോസഫി പ്രസംഗിച്ച സ്ഥലങ്ങളിലേക്ക് അവൻ മടങ്ങി വന്നു. ആമേൻ. ഒരിക്കലും ജ്ഞാനം പ്രസംഗിച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് മടങ്ങി വന്നു. ആമേൻ. അന്ന് പൗലോസ് വരുമ്പോൾ അകമ്പടി നിന്ന ആളുകൾ സേവിച്ച പൗലോസ് ഇന്ന് വരുന്നത് കല്ലേറ് കൊണ്ടിട്ട. ആമേൻ. ഇന്ന് വരുന്നത് അടി കൊണ്ടിട്ട. ഇന്ന് കിടന്നത് പട്ടിണി കിടന്നിട്ടാ വരുന്നത്. ആമേൻ. എല്ലാവരും പറയുക ഇവര് പൊട്ടായി പോയി. ആമേൻ. എല്ലാവരും പറയുക ഇവൻ എന്തോ കാര്യമായിട്ട് പറ്റിപ്പോയി. എന്നാൽ പൗലോസിന് പറയാനുണ്ട്, ഇത് പറ്റിയല്ല, എനിക്കൊരു കാര്യം മനസ്സിലായത്. ആമേൻ. എല്ലാവർക്കും ഒന്നും ഇത് പിടികിട്ടത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പിടികിട്ടത് പ്രിയപ്പെട്ടവർക്കാണ്. ദൈവത്തിന് നന്ദി പറയും. ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസന്മാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളുടെ പ്രസംഗത്തിന്റെ പ്രധാന കേന്ദ്ര കഥാപാത്രം അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായി. സഹോദരൻ പൗലോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ നിങ്ങൾ കണ്ടതിനേക്കാൾ രാജ്യങ്ങൾ കണ്ടയാളാണ്. ആമേൻ. അവിടുത്തെ കൊളോസിയങ്ങൾ കണ്ടയാളാണ്, മാസിഡോണിയ കണ്ടയാളാണ്, ഫിലിപ്പിയ കണ്ടയാളാണ്, ശമരിയ കണ്ടയാളാണ്. പക്ഷെ ഒരിക്കലും പൗലോസിന്റെ പ്രസംഗത്തിന്റെ പ്ലാറ്റ്ഫോമിന്റെ പ്രസംഗ വിഷയം അവൻ കണ്ട അമേരിക്കയും അവൻ കണ്ട ന്യൂസിലൻഡും അവൻ കണ്ട ഓസ്ട്രേലിയയും ഒന്നും അവന്റെ പ്രസംഗ വിഷയം. ആമേൻ. അവന്റെ പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട കർത്താവ്. ദോഷത്തരാണ്. പക്ഷെ വിശ്വസിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറായ ആമേൻ, ആ മണ്ടത്തരത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആമേൻ. ആ ദോഷത്തരത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവത്തിന്റെ ജ്ഞാനമുണ്ട്. അതിന്ന് രാത്രിയിൽ നിങ്ങളിൽ ചിലരുടെ മേൽ പകരപ്പെടുവാൻ പരിശുദ്ധിയായി ആഗ്രഹിക്കുകയാണ്. ചേർന്ന് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. എന്തായാലും കൊള്ളാം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവുമായിട്ട് പൗലോസ് വേഗത്തിൽ ആമേൻ ആ കൊരിന്തിന്റെ പട്ടണങ്ങളിൽ നടന്നു തുടങ്ങിയപ്പോൾ അവിടുത്തെ ഫിലോസഫറും അവിടുത്തെ ബുദ്ധിമാന്മാരും ഒരുമിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. പൗലോസേ, നീ പറയുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ വിശ്വസിക്കാം, ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്തൊരു ധാരണ, ശ്രദ്ധിച്ച് കേൾക്കുക, യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം ഒരുങ്ങി ഒരു സംഗതിയല്ല ക്രൂശ്. യേശുവിന് മുമ്പും പലരും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, യേശുവിന് ശേഷവും പലരും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ നൂറുകണക്കിന് ആളുകൾ ക്രൂശിക്കപ്പെട്ട ഒരു ക്രൂശ് പോലെ നീ യേശുവിന്റെ ക്രൂശിനെ കാണരുത്. മനസ്സിലാവുന്നോ പറയുന്നത്? ഒത്തിരി ആളുകൾ ക്രൂശിക്കപ്പെട്ടതുപോലെ നീ യേശുവിന്റെ ക്രൂശിനെ കാണരുത്. ആമേ. യേശുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഇന്ന് രാത്രി ആമേൻ, അത് ദൈവത്തിന്റെ ശക്തിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് രാത്രി ചിലർക്കൊന്നും പിടികിട്ടത്തില്ല, പക്ഷെ ചിലർക്ക് ഇന്ന് രാത്രി ഈ ദൈവശക്തി ചിലർക്ക് പിടികിട്ടാൻ പോകുകയാമേ. അത് ഇന്ന് രാത്രി സൗഖ്യമായി, അത് വിടുതലായി എല്ലാം ഇന്ന് രാത്രി ചിലർ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ പൗലോസിന്റെ അടുക്ക് പൗലോസ് ഈ ഫിലോസഫേഴ്സിന്റെ അടുക്കലൊക്കെ പൗലോസ് വന്നപ്പോൾ പൗലോസ് അവരോട് പൗലോസിനോട് അവർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, പൗലോസ്, നീ പറയുന്ന ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഒരു പ്രശ്നം, ക്രൂശിൽ കിടന്നവന് സ്വന്തമായി രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ക്രൂശിൽ കടന്നവന് സ്വന്തമായി രക്ഷപ്പെടാൻ പിന്നെ അവനെ വിശ്വസിക്കുന്ന ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ?
കേട്ട ഓർമ്മയില്ലേ? തൊട്ട് കൂടെ കിടന്നൊരു കള്ളൻ. ഇത് ഭയങ്കര ദൈവസ്ഥാനത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, കൂടെ കിടന്ന കള്ളൻ പറയുന്ന പദം ഓർമ്മയില്ലേ? നീ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ ഒന്ന് രക്ഷപ്പെട്ട് ഞങ്ങളെയും കൂടെ ഒന്ന് രക്ഷിക്കുക. ആമേൻ. എന്നാൽ രക്ഷപ്പെടുത്താൻ വന്നവൻ ആരെയും രക്ഷിക്കാതെ കിടക്കുക. ആമേൻ, ആമേൻ. ദൂതന്മാർക്ക് ഈ സംഗതി പിടികിട്ടുന്നില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആരാധ്യനായ കർത്താവ്, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, ദൂതന്മാർ രണ്ടുകൊണ്ട് പറന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ കർത്താവ് ഒരു മനുഷ്യവേഷത്തിൽ കാൽവറി ക്രൂശിൽ കിടന്ന് അടികൊള്ളുന്നത് ദൂതന്മാർക്ക് പിടികിട്ടുന്നില്ല. നിനക്ക് പിടികിട്ടത്തില്ല ദൂതന്മാരെ. കാരണം ഇത് ദൈവഹൃദയത്തിനകത്ത് കിടക്കുന്ന ഒരു ഭയങ്കര ജ്ഞാനമാണ്. ലോകത്തിലെ ഒത്തിരി പേർക്ക് പിടികിട്ടുന്നില്ല ക്രൂശിക്കപ്പെട്ട യേശു. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ലോകത്തിന്റെ ജ്ഞാനത്തിന് പിടികിട്ടത്തില്ല. പക്ഷെ വിശ്വസിക്കുന്ന നിനക്ക് ഇന്ന് രാവിലെ ചിലത് പിടികിട്ടാൻ പോകുക. എത്ര പേർ ഈ രാവിലെ അതിനെ വിശ്വസിക്കുന്നു? ഇപ്പോൾ തന്നെ നിങ്ങൾക്കതിനെ കരങ്ങളെ തട്ടി അല്പസമയം ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഒത്തിരി നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് പിടികിട്ടുന്നില്ല. ആ സഹോദര, നിന്റെ തൊട്ടടുത്ത സുവിശേഷ വിലയുന്ന ചില ദൈവദാസന്മാർക്ക് ഇത് പിടികിട്ടുന്നില്ല. ഹല്ലേലൂയ. നിന്റെ കൂടെ യോഗത്തിന് വരുന്ന പലർക്കും ഇത് പിടികിട്ടുന്നില്ല. ഇത് പിടികിട്ടണമെങ്കിൽ ആമേ നിനക്കാദ്യം യേശുവിനെ മനസ്സിലാകണം. ആമേ, ഇന്ന് രാവിലെ ചിലർക്ക് ഇതിനെ മനസ്സിലായി കിട്ടാൻ പോകുക. ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ക്രൂശിൽ കിടന്നവന് ശ്രദ്ധിച്ച ഞാൻ വേഗത്തിൽ തിടുക്കത്തോടെ അങ്ങോട്ട് കയറട്ടെ. ഞാൻ സത്യത്തിൽ ഇന്നും നാളെയും ഈ ഒരൊറ്റ ടോപ്പിക്ക് പ്രസംഗിച്ചാണ് നിന്നത്. പക്ഷെ നാളെ രാത്രി വളരെ വിശേഷമായ ഒരു സംഭവം എനിക്ക് തുടരേണ്ടുള്ളത് കൊണ്ട് ആമേ ഒട്ടും പിടിച്ചു വെക്കാതെ എല്ലാം പറഞ്ഞു തീർത്തിട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആമേ, കർത്താവ് ചിലത് രാത്രി ചെയ്യാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പൊ ക്രൂശിൽ കിടന്നവന് സ്വന്തമായി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അവൻ ഈ ക്രൂശിനെ വിശ്വസിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും? അതാ ഒത്തിരി പേരുടെ സംശയം. ആമേൻ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവർ, ഈ സംശയത്തിന്റെ നിവാരണം ഇന്ന് രാത്രി നീ ബുദ്ധിയിൽ കൂടെ കാണരുത്. നീ വിശ്വാസത്തോടെ ഈ സംശയത്തെ നീ ഇന്ന് പകൽ ആമേൻ ദൂരീകരിക്കണം. ആമേൻ. കണ്ടോ, ആമേൻ ഈ ക്രൂശിൽ കിടന്നവനെ ആമേൻ അടുത്ത് നിന്ന് ആളുകൾക്ക് പിടികിട്ടിയില്ല. പക്ഷെ പ്രകൃതിക്ക് മനസ്സിലായി ക്രൂശിൽ കിടക്കുന്ന ആരാണെന്ന്. ആമേൻ. അവൻ ക്രൂശിക്കപ്പെടുന്നത് കാണാൻ വയ്യാതെ സൂര്യൻ കണ്ണടച്ച് കളഞ്ഞു. ഹല്ലേലൂയ. അവന്റെ രക്തത്തുള്ളികൾ ഏറ്റുവാങ്ങാൻ കരുത്തില്ലാതെ ഗോൽഗോത്ത മലമുകൾ കിടുങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ ഒത്തിരി പേർ ആമേൻ നസ്രയൻ മരിച്ചു, നസ്രയനെ ഒതുക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ചില ആളുകൾ വിശ്വാസത്തോടെ ഇന്ന് പകൽ അതിനകത്തു നിന്നും ചിലത് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേ, എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? ആമേ. ഒരു ശതാധിപൻ കൂടെ നിന്ന് ക്രൂശീകരണം കണ്ട ഒരു ശതാധിപൻ എല്ലാം കഴിഞ്ഞപ്പോഴവൻ പറഞ്ഞൊരു പദമുണ്ട്, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ. എല്ലാം കഴിഞ്ഞിട്ട് നീ പറഞ്ഞിട്ട് കാര്യമില്ല. ആമേ. ചിലരങ്ങനെ യോഗം കഴിഞ്ഞപ്പോഴാ പറയുന്നത്, കൊള്ളായിരുന്നു, നിനക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. ആമേ. എല്ലാവരും പ്രസംഗം തീരുമ്പോഴാ ഇപ്പം മസിൽ പിടിച്ചിരിക്കുക. ആമേ. അങ്ങനൊന്നും കൈയടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. യോഗം കഴിയുമ്പോഴാ ഓർക്കുന്നത്, എല്ലാം കഴിഞ്ഞിട്ട് നീ പ്രാപിച്ചിട്ടൊരു കാര്യമില്ല. ആമേ. ഇപ്പോഴേ നിനക്ക് വല്ല സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നീ സ്വീകരിക്കുക. കർത്താവ്. എത്ര പേർക്ക് ഇന്ന് മകൾ പറഞ്ഞ ദൂത് മനസ്സിലായി? എന്തായാലും കൊള്ളച്ച ക്രൂശിക്കപ്പെട്ട കർത്താവ് നമുക്ക് വേഗത്തിൽ പറയാം. അമ്മേ, അപ്പൊ ക്രൂശിക്കപ്പെട്ട കർത്താവ് ഈ ക്രൂശ് എന്താണെന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. എന്നാൽ ക്രൂശ് എന്താണെന്ന് പൗലോസിന്റെ ലേഖനങ്ങളിൽ കൂടെ പൗലോസ് ആധികാരികമായി പറയാൻ തുടങ്ങി. എന്താണ് ക്രൂശ് എന്ന്? ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കട്ടെ. ക്രൂശിക്കപ്പെട്ടവൻ അവൻ എന്തിനാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്? ക്രൂശിന്റെ പുറകിലെ രഹസ്യം എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ ദൂത് എഴുതി വെച്ചു. നിങ്ങൾ വായിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ആമേൻ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ക്രൂശ് എന്ന് പറയുന്നത് പൗലോസിന്റെ പ്രസംഗ ഭാഷയിൽ പൗലോസ് പറയാണ്, ക്രൂശ് ഒരു പരാജയത്തിന്റെ സ്ഥലമല്ല, ക്രൂശ് ഒരു അനുസരണത്തിന്റെ സ്ഥലമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. ആമേൻ. കർത്താവ് ഇന്ന് രാത്രി ചില ദൈവദാസന്മാരെ അതിശക്തിയേറിയ വചന വെളിപ്പാടുകളാൽ നിറയ്ക്കാൻ പോകുന്നു. ആമേൻ. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ വിശ്വസിച്ചോണം, അതിനെ സ്വീകരിച്ചോണം. പൗലോസ് പറയുന്നത് ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലൊരു സംഭവമല്ല ക്രൂശിൽ നടക്കുന്നത്. പൗലോസിന്റെ പ്രസംഗ ഭാഷയിൽ പൗലോസ് പറയുന്നത് 33.5 കൊല്ലത്തിന്റെ ആമേൻ 3.5 വർഷം നിങ്ങൾ കണ്ടത് അധികാരമുള്ള ക്രിസ്തുവിനെ ആയിരുന്നു. ആമേൻ. പച്ചവെള്ളത്തിന്റെ മുമ്പിൽ പച്ചവെള്ളത്തെ ആമേൻ ആമേൻ കൽപ്പിച്ച് വീഞ്ഞാക്കുന്ന അധികാരമുള്ളവൻ, കാറ്റിനെ അടക്കുന്ന അധികാരമുള്ളവൻ, കടലിന്റെ മീതെ നടക്കുന്ന അധികാരമുള്ളവൻ, ലാസറിനെ പുറത്തെടുക്കുന്ന അധികാരമുള്ളവൻ, അധികാരമുള്ള ക്രിസ്തുവിനെയാണ് നിങ്ങൾ 3.5 വർഷം കണ്ടതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്രൂശിൽ കാണുന്നത് അധികാരമുള്ളവനെ അല്ല, അനുസരണമുള്ളവനെയാണ്. എല്ലാവർക്കും അധികാരമാ വേണ്ടേ, പക്ഷെ ഇന്ന് രാത്രി ദൈവം നോക്കുന്നു അനുസരണമുള്ള ഒരു തലമുറ. പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക തലമുറ. ഈ രാത്രി സ്വർഗം സ്വത്രം സ്വത്രം. ആമേ. അച്ചാച്ചാ, ഇതെല്ലാവർക്കും പിടികിട്ടത്തില്ല, ഇത് പിടികിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇന്ന് രാത്രി നിനക്കിത് മനസ്സിലായാൽ നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ ഈ രാത്രി ഇവിടെ ആരംഭിക്കുകയാണ്. പക്ഷേ ഈ രാത്രി പരിശുദ്ധിയാമ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു വഴിത്തിരിവിന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്തോ നിങ്ങളുടെ മേൽ ചെയ്യാൻ പോകുന്നു. കാരണം ഞാൻ പ്രസംഗിക്കുന്ന വചനം നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് പരിശുദ്ധിയാമ പറയുന്നു. ആമേ. ചിലർക്കിത് മനസ്സിലാകത്തില്ല, മനസ്സിലാകുന്നവൻ പ്രാപിക്കട്ടെ. ക്രൂശ് അധികാരത്തിന്റെ സ്ഥലമല്ല, പറഞ്ഞേ. ക്രൂശ് അനുസരണത്തിന്റെ സ്ഥലമാണ്. ആമേൻ. ക്രൂശ് അനുസരണത്തിന്റെ സ്ഥലമാണ്. പറഞ്ഞേ, അനുസരണത്തിന്റെ സ്ഥലമാണ്. എന്നാണ് നിന്റെ മേൽ അനുസരണത്തിന്റെ അഭിഷേകം വ്യാപരിക്കാൻ തുടങ്ങിയത്? ശ്രദ്ധിച്ചു കേൾക്കുക. 3.5 വർഷത്തിന്റെ അധികാരത്തിന്റെ ശുശ്രൂഷ തികച്ച് ഗത്സമന തോട്ടത്തിൽ നീ കയറി നിന്ന്, ആമേൻ, പിതാവേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നടക്കട്ടെ എന്ന് നീ പ്രാർത്ഥിച്ചപ്പോൾ, ശ്രദ്ധിച്ചേ, നിന്റെ കയ്യിൽ നിന്നും അധികാരത്തിന്റെ ദണ്ഡിനെ വാങ്ങിച്ചിട്ട് ഒരു അനുസരണത്തിന്റെ പുതപ്പ് നിന്റെ മേൽ മൂടി. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രി ഞാൻ പറഞ്ഞത് മനസ്സിലായി? നിന്റെ മേൽ നിന്ന് അധികാരത്തെ വാങ്ങിച്ചിട്ട് ഒരു അനുസരണം നിന്റെ മേൽ ഇട്ടു. ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കുക. ആരുടെയോ മേൽ ഒരു അനുസരണത്തിന്റെ പുതപ്പിനെ ദൈവം വിടാൻ പോകുകയാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അധികാരമുള്ളവനേക്കാൾ പവർഫുൾ ആണ് അനുസരണമുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ അനുഭവിക്കുന്നവർ ഇവരിപ്പുണ്ട്. അനുഭവിക്കുന്നവർ സ്വതന്ത്രം പറ. അനുഭവിക്കുന്നവർ ഈ രാത്രി ജോർജ് പാസ്റ്ററെ ചില മണ്ഡലങ്ങളിൽ അവൻ നമ്മളെ അധികാരത്തോടെ നിർത്തും. ആമേൻ. ചില മണ്ഡലങ്ങളിൽ അവൻ നിന്നെ അധികാരത്തോടെ നിർത്തും. എന്നാൽ മറ്റു ചില മണ്ഡലത്തിൽ അവൻ നിന്നെ അനുസരണത്തോടെ നിർത്തും. അനുസരണത്തിൽ നീ കയറുമ്പോൾ എല്ലാവരും പറയും തോറ്റുപോയി. പക്ഷെ അനുസരിക്കുന്നവനറിയാം ഇത് തോൽവിയല്ല, ഇതൊരു വിജയമാണ്. എത്ര പേര് come on. പ്രാപിച്ചോ, പ്രാപിച്ചോ, സ്വീകരിച്ചോ ക്രൂശിന്റെ ശക്തി, ക്രൂശിന്റെ ശക്തി, ക്രൂശിന്റെ ശക്തി. അനുസരണത്തിലേക്ക് നിന്നെ കയറ്റി നിർത്തുമ്പോൾ, ആമേൻ, എല്ലാവരും പറയും തീർന്നുപോയി, എല്ലാവരും പറയും ഇനി അവൻ ഇല്ല. എന്നാൽ അനുസരിക്കുന്നവൻ അറിയാം ഇതൊരു പരാജയമല്ല, ഇതൊരു ഭയങ്കര വിജയമാണ്. എത്ര പേർക്ക് ഈ രാത്രി ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായി? അവർ ഈ രാത്രി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കയ്യിൽ നിന്നും ചിലപ്പോൾ അധികാരം അവൻ വാങ്ങിക്കും, എന്നിട്ടൊരു അനുസരണം നിന്റെ മേലിടും. അഭിഷക്തനെ ഞാൻ ദൂത് പറയാം, അധികാരമുള്ളവനേക്കാൾ ശക്തിയാ അനുസരണമുള്ളവന്. നിനക്ക് പരിശുദ്ധിയാമവനെ അനുസരിക്കാവോ? നിനക്ക് ദൈവവചനത്തെ അനുസരിക്കാമോ? തൊടുന്നു കർത്താവ് ചിലതിന്. എനിക്കറിയാം ഇന്ന് രാത്രി പരിമിതികൾക്കകത്ത് ഞാൻ നിൽക്കുമ്പോഴും ഈ വചനത്തിന്റെ ശക്തി പരിമിതികളെ പൊളിച്ച് ചിലരുടെ മേൽ ഇറങ്ങുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. എത്ര പേർ ഇന്ന് രാത്രി അതിനെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ.
അപേക്ഷ നീ കാണാൻ പോകുക. ആമേൻ. വാളൂരണ്ട. ഇത് മനസ്സിലാകാത്ത പത്രോസ് വാളൂരി വെട്ടി. പത്രോസെ, നീ വാളൂരണ്ട, ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഇപ്പോഴിറങ്ങും ദൂതന്മാർ. പക്ഷെ ഞാൻ വിളിക്കാത്തത്, ഇത് ഞാൻ കർത്താവിനെ അനുസരിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് അടുത്ത ദൂത് പറയാം. ഇനി നീ ആ ക്രൂശിലേക്ക് നോക്ക്. ആമേൻ. ആ ക്രൂശിൽ അവൻ പരാജയപ്പെട്ട കിടക്കുന്നെന്ന് ലോകം പറയുന്നു. ക്രൂശിൽ അവൻ തോറ്റ കിടക്കുന്നെന്ന് ലോകം പറയുന്നു. ക്രൂശിൽ അവൻ കീഴ്പ്പെട്ട് കിടക്കുക എന്ന് ലോകം പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി എന്റെ പ്രസംഗത്തിൽ ഞാൻ വിളിച്ചു പറയും, അവൻ പരാജയപ്പെട്ടല്ല കിടക്കുന്നത്, അവൻ പരാജയപ്പെടുത്തിയിട്ടാണ് കിടക്കുന്നത്. വല്ലോ മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവനെ? അവൻ തോറ്റല്ല സഹോദരനെ കിടക്കുന്നേ, അവൻ തോൽപ്പിച്ചിട്ട് കിടക്കുക. അവൻ കീഴ്പ്പെട്ട് കിടക്കുകയല്ല, അവൻ കീഴ്പ്പെടുത്തി കിടക്കുകയാ. നീ ബുദ്ധി കൊണ്ടതിനെ കാണരുത്, നീ ദൈവശക്തി കൊണ്ടതിനെ കാണ്. ആരാ രാത്രി അതിനെ സ്വീകരിക്കുന്നത്? ആരാ രാത്രി അതിനെ ആമേൻ ആത്മാവിൽ പ്രാപിക്കുന്നു? ലോകം പരാജയം എന്ന് പറയുന്ന ക്രൂശനെ ഞാൻ നോക്കി, പ്രാർത്ഥനാ മുറിയിൽ ഞാൻ സൂക്ഷിച്ചു നോക്കി. ലോകം പരാജയം എന്ന് പറയുന്ന ക്രൂശിന്റെ ചുവട്ടിൽ മാനവജാതിയെ മുഴുവൻ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു സർപ്പത്തിന്റെ തല ഞെരിഞ്ഞമരുന്നത് ഞാൻ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. നിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗശക്തികൾ ഞെരിഞ്ഞമരുന്നത് ഞാൻ കണ്ടു. ആമേൻ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശാപങ്ങൾ ഉടഞ്ഞു മാറുന്ന ഞാൻ എത്ര വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി നീ വിശ്വസിച്ചോ? ഈ രാത്രി കരങ്ങളെ തട്ടി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോ? ഈ രാത്രി കത്തട്ടെ. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ ഈ രാത്രി ക്രൂശിന്റെ വചനം. നിന്റെ യേശു ക്രൂശിൽ പരാജയപ്പെട്ടല്ല കിടക്കുന്നേ. പറ, അവൻ പരാജയപ്പെടുത്തിയിട്ടാ കിടക്കുന്നെന്ന് പറ. ഉറക്കെ പറഞ്ഞവൻ പരാജയപ്പെടുത്തിയിട്ടാ കിടക്കുന്നേ. എല്ലാവരും പരാജയപ്പെട്ടവനെ കാണുന്നേ, പക്ഷെ വിശ്വസിക്കുന്നവന് പരാജയപ്പെടുത്തിയവനെ കാണാൻ പറ്റും. ആമേൻ. എല്ലാവർക്കും കീഴ്പ്പെട്ടവനെ കാണുന്നത്, പക്ഷെ വിശ്വസിക്കുന്നവന് കീഴ്പ്പെടുത്തിയവനെ കാണാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഹല്ലേലൂയ. ഈ വചനം ചിലർക്ക് മണ്ടത്തരാ, ഈ വചനം ചിലർക്ക് മോശത്തരാ, ഈ വചനം ചിലർക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ക്രൂശിൽ കർത്താവ് കീഴ്പ്പെടുത്തിയത് ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് നീ കാണാൻ പോകുക. ആമേൻ. എത്ര പേർക്ക് രാത്രി വചനം മനസ്സിലായി? ക്രൂശിൽ കർത്താവ് കീഴ്പ്പെടുത്തിയത് ഈ രാത്രി നിന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നത് നീ കാണാൻ പോകുക. ആമേൻ. ചേർന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ, ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അധികാരത്തിന്റെ കുപ്പായം ഉരിഞ്ഞു വെച്ച് അനുസരണത്തിന്റെ കുപ്പായം അവൻ എടുത്തിട്ടു. ശ്രദ്ധിച്ചേ, അനുസരണത്തിന്റെ കുപ്പായം എടുത്തിട്ട ശേഷം അവൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ നാഴിക, ഇടയനെ വെട്ടും, ആളുകൾ ചിതറും. ആമേൻ. പക്ഷെ ആളുകൾക്കൊന്നും പിടികിട്ടുന്നില്ല. ആമേൻ. ശ്രദ്ധിച്ചേ, ഇന്നലെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവൻ സൗഖ്യമായി, പക്ഷെ ഇന്നവന് വിലങ്ങ് വെക്കുന്ന പടയാളിക്ക് ഒരു ഫീലിംഗും തോന്നുന്നില്ല. ആമേൻ. പിടികിട്ടിയോ? ഇന്നലെ അവന്റെ തുപ്പൽ തെറിച്ചു വീണവൻ സൗഖ്യമായി, ഇന്ന് ഗബതയിൽ അടിച്ചു പൊളിക്കുമ്പോൾ രക്തത്തുള്ളി തെറിച്ചു വീഴുന്നവൻ ഒന്നും തോന്നുന്നില്ല. എത്ര പേർക്ക് ഈ രാത്രി വചനം പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവൻ സൗഖ്യമായി, പക്ഷെ താടിരോമം വലിച്ചു മറിക്കുന്നവൻ സൗഖ്യമാകുന്നില്ല. എന്താ കാരണമെന്ന് ഞാൻ പറയാം. ഈ രാത്രി അത് ഭയങ്കര ദൈവത്തിന്റെ ജ്ഞാനമാണ്. അവന്റെ ശക്തി ചോർന്നിട്ടല്ല, അവൻ അനുസരണത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. വിശക്തനെ, ചില മണ്ഡലത്തിൽ ഞാൻ നീ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഒരു വാക്കും പറയാതെ, അധികാരത്തിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് ചില പ്ലാറ്റ്ഫോമുകളിൽ നീ പുറത്തിറങ്ങുമ്പോൾ ഒറ്റ വാക്കും മിണ്ടാതെ നിന്റെ വാടഞ്ഞു പോകും. അന്ന് നീ വിമർശനങ്ങളിലേക്ക് കയറിപ്പോകും, അന്ന് നീ വെല്ലുവിളികളിലേക്ക് കയറിപ്പോകും.
വെല്ലുവിളികളുടെ ദിനരാത്രങ്ങളിൽ നിന്നെ കാണുന്നവരെല്ലാം പറയും, പാസ്റ്റർ ജോർജിന് പഴയ അഭിഷേകമില്ല, പാസ്റ്റർ റൈസിന് പഴയ അഭിഷേകമില്ല. എന്നാൽ ഇന്ന് രാത്രി പിശാചിനോട് നീ തിരികെ പറ, പിശാചെ അധികാരമില്ലാഞ്ഞിട്ടല്ല, ചിലതിനെ അനുസരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി. എത്ര പേർക്ക് ഈ രാത്രി വചനം മനസ്സിലായി? അവർ ഈ രാത്രി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രതികരിക്കാൻ വയ്യാഞ്ഞിട്ടല്ല പിശാചേ. എന്റെ ചോദ്യം, നീ ആരെ അനുസരിക്കുന്നേ? പുത്രൻ, നീ ആരെ അനുസരിക്കുന്നേ? നീ ഏത് അധികാരത്തിനാ കീഴ്പ്പെട്ട് നിൽക്കുന്നേ? നീ കീഴ്പ്പെട്ടത് കയ്യഫാവിനെയാണോ? നീ പേടിച്ചു നിൽക്കുന്നത് ഈ റോമൻ പടയാളിയുടെ സാമ്രാജ്യത്തെയാണോ? അവൻ പറയും, ഞാൻ കീഴ്പ്പെട്ട് നിൽക്കുന്നതും ഞാൻ പേടിച്ചു നിൽക്കുന്നതും ഈ കയ്യഫാവിനെ അല്ല. ആമേൻ. ഞാൻ പേടിച്ചു നിൽക്കുന്നത് ഹല്ലേലൂയ ഈ പീലാത്തോസിനെ അല്ല. ആമേൻ. എന്നെ ദൗത്യമേൽപ്പിച്ച പിതാവിനെയാണ് ഞാൻ അനുസരിക്കുന്നത്. എത്ര പേർക്ക് ഈ രാത്രി വചനം പിടികിട്ടി? അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നീ തിരികെ പറ, പിശാചേ, ഞാൻ നിന്നെയല്ല പേടിക്കുന്നേ. ആഭിചാരമേ, ഞാൻ നിന്നെയല്ല പേടിക്കുന്നേ. സാത്താന്യ കോട്ടയെ അല്പസമയം ആത്മാവിൽ പ്രതികരിച്ചു. ഈ രാത്രി ശക്തിയെ ഒരു അഭിഷേകം ചിലന്റെ മേൽ വീഴട്ടെ. കരങ്ങളെ തട്ടി വിറവിൽ ജീസസ് 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 ജീസസ്. കർത്താവ് തൊടുക സഹോദരന്മാരെ. നിങ്ങളെ ചിലരെ ഈ രാത്രി ഒരു പുതിയ അഭിഷേകത്തോടെ പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുന്ന രാത്രി കർത്താവ് ചിലതിനെ ഇന്ന് രാത്രി തൊടട്ടെ. അധികാരത്തിൽ നിൽക്കുന്നവനൊരു പേടിയില്ല. അനുസരണത്തിൽ നിന്നവനേക്കാളും ശാന്തതയാണ് അധികാരത്തിൽ നിൽക്കുന്നവന്റെ മുഖം. ആമേൻ. അധികാരത്തിൽ അവൻ നിന്നതിനേക്കാളും സന്തോഷത്തോടെയാണ് അവൻ അനുസരണത്തിൽ നിൽക്കുന്നത്. ദൂതന്മാർക്ക് പിടികിട്ടുന്നില്ല. പുത്രനെ തൊടുന്നവൻ ഒന്നും മനസ്സിലാകുന്നില്ല. പുത്രന്റെ താടിരോമം വലിച്ചു പറിക്കുന്നവനൊന്നും പിടികിട്ടുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ദൂതന്മാരെ നോക്കുക. ആമേൻ. കുത്തികളാക്കി നിർത്തി ആമേൻ ക്രൂശിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ നിർവഹിക്കുകയായിരുന്നു. ആമേൻ. പറഞ്ഞ് മനസ്സിലാവുന്നു കുഞ്ഞുങ്ങളെ? ഹല്ലേലൂയ. നീ രാത്രി പറ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. Come on. വേറെ ഒന്നും നമുക്ക് പ്രസംഗിക്കണ്ട അച്ഛാ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന രാത്രി ഭയങ്കര പകർച്ചകൾ ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ചിലർക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ചിലർക്ക് ഇന്ന് രാത്രി അതിനെ പിടികിട്ടുന്നുണ്ട്. എനിക്ക് ആ പദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അടുത്ത 3-4 ദിവസം യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് ആമേൻ ഹല്ലേലൂയ പീലാത്തോസിന്റെ അധികാരം എഴുതുന്ന ആ അധികാരത്തിന്റെ ടേബിളിന്റെ നടുവിൽ പുത്രൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. പുത്രന് കൊലമരത്തെ പേടിയില്ല. അവൻ പറയുന്ന പദം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരിക്കുന്ന റോമൻ പടയാളിയോട്, റോമൻ സാമ്രാജ്യത്തോട് അവൻ യേശു പറയുന്ന പദം കേട്ടോ. അനുസരണത്തിൽ നിൽക്കുന്നവൻ പറയുകയാണ്, മുകളിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ അനുസരണത്തിൽ നിൽക്കുന്ന എന്നെ തൊടാൻ നിനക്കൊരധികാരവും ഇല്ല. കയറി നിൽക്കാമോ ഇന്ന് രാത്രി അനുസരണത്തിൽ? നിൽക്കാവോ അനുസരണത്തിനകത്ത്? അനുസരണത്തിനകത്ത് നിൽക്കാവോ? പക്ഷെ നീ അനുസരണത്തിലേക്ക് പോകുമ്പോ എല്ലാരും പറയും, പഴയ ശക്തിയൊന്നും ഇല്ല, പഴയ അഭിഷേകമൊന്നും ഇപ്പൊ ആ പുള്ളിക്ക്. ആമേൻ. കാണുന്നവർക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ അനുസരിക്കുന്നവനറിയാം. ഹല്ലേലൂയ. ഇതൊരു ഭയങ്കര പൊട്ടിത്തെറിയാവും ആമേൻ, എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രിയിലെ ഈ ഹോൾ നമുക്കതിന് പരിമിതികളുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആമേൻ ഒരു സ്പീഡിൽ പറഞ്ഞു പോയാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്, അതുകൊണ്ട് ഞാൻ പിടിച്ചു നിർത്തി വീണ്ടും പറയട്ടെ. ആമേൻ. അനുസരണത്തിൽ നിൽക്കുന്ന നിന്നെ തൊടാൻ മുകളിൽ നിന്ന് ചലിക്കാതെ ഒരധികാരവും അനുസരണത്തിൽ നിൽക്കുന്ന നിന്നെ തൊടത്തില്ല. ആമേൻ. പീലാത്തോസ്, കയ്യഫാവേ, ഇന്ന് രാത്രി പുത്രന്റെ ക്രൂശ് അത് നിന്റെ തീരുമാനമല്ല,
പുത്രന്റെ ക്രൂശ് അത് പിതാവിന്റെ തീരുമാനമാണ്. എത്ര പേർക്ക് ഈ രാത്രി വചനം മനസ്സിലാന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ആമേൻ. പുത്രന്റെ കരം ക്രൂശിൽ നിന്നും ഇറങ്ങി വരാത്തത് നീ അടിച്ച ആണിയുടെ കരുത്ത് കൊണ്ടല്ല. ആമേൻ. നീ സൃഷ്ടിച്ച ആ കുരിശിന്റെ ബലമല്ല. പുത്രന്റെ ആമേൻ കരം അവിടുന്ന് ചലിക്കാത്തതിന്റെ കാരണം അവൻ പിതാവിനെ അനുസരിക്കുന്നത് കൊണ്ടാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 3.5 വർഷം കണ്ടത് അധികാരമുള്ളവനെയാണെങ്കിൽ അടുത്ത 3 ദിവസം കാണുന്ന അനുസരണമുള്ളവനെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് തന്നെയല്ലേ പത്രോസിന്റെ ലേഖനത്തിലും പത്രോസ് പറഞ്ഞത്. ആമേൻ. അതിന് രാത്രി നമ്മൾ തൊടുന്നില്ല. തൊട്ടാൽ ഇന്ന് രാത്രി ഇവിടെ അങ്ങ് തീരത്തില്ല. ഹല്ലേലൂയ. പറഞ്ഞ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇന്ന് രാത്രി അനുസരിക്കുന്ന ഒരു തലമുറയുണ്ടോ? ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ഭയങ്കര ദൈവശക്തി കാണും. എത്ര പേർക്ക് ഈ രാത്രി വചനം മനസ്സിലായി? ഹല്ലേലൂയ. എല്ലാവർക്കും അധികാരം മതി വെച്ചാ അധികാരത്തിനാ പിടി. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് മനസ്സിലായി അധികാരത്തെക്കാൾ ശക്തി അനുസരണത്തിന്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അധികാരത്തെക്കാൾ ശക്തി അനുസരണത്തിന്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞു വരാം. ആമേൻ. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ നീ അങ്ങനെ പറയുന്നേ? കർത്താവ് എന്നോട് പറഞ്ഞ്, അധികാരത്തിൽ ഞാൻ നിന്ന 3.5 കൊല്ലം എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അനുസരണത്തിൽ ഞാൻ നിന്ന 3 ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയത്. എത്ര പേർക്ക് വചനം പിടികിട്ടി? അധികാരത്തിൽ ഞാൻ കമോൺ, അത് മനസ്സിലായ പറയും രാത്രി. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അധികാരത്തിൽ നീ നിൽക്കുന്ന 3.5 കൊല്ലത്തിന് ചെയ്യാൻ പറ്റാത്തത് നീ അനുസരണത്തിൽ നിൽക്കുന്ന ദിവസങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചു, യേശുവെ ഒന്നുകൂടെ മനസ്സിലാക്കിത്ത. യേശുവിനോട് പറഞ്ഞ്, അധികാരത്തിൽ ഞാൻ നിന്ന 3.5 കൊല്ലം ഞാൻ ഒരു കുടുംബത്തെ വിടുവിച്ചു, ഞാൻ ഒരു സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കി, ഒരു ഗ്രാമത്തിൽ ആളിനെ കൂട്ടി. പക്ഷെ ഞാൻ അനുസരണത്തിൽ കിടന്ന ക്രൂശിൽ മുഴു ലോകത്തെ ഞാൻ തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രി അനുസരണത്തിന്റെ ഒരു അഭിഷേകം വേണം? ആമേ. നീ തൊടാൻ പോകുക രാജ്യങ്ങളെ, നീ തൊടാൻ പോകുക വൻകരകളെ, നീ ഷേക്ക് ചെയ്യാൻ പോകുക. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിക്കച്ച. ഇന്ന് രാത്രി ചിലർക്ക് ഇത് മനസ്സിലാകത്തില്ല. എന്നാൽ മനസ്സിലാകുന്ന നീ ഇന്ന് രാത്രി അതിനെ പ്രാപിക്ക. ഞാൻ അധികാരത്തിൽ നിന്നപ്പോൾ എനിക്ക് ഒരു കുടുംബത്തെ പിടിക്കാൻ പറ്റി. ഞാൻ അധികാരത്തിൽ നിന്നപ്പോൾ എനിക്ക് ഒരു കൂട്ടത്തെ തൊടാൻ പറ്റി. പക്ഷെ ഞാൻ അനുസരണത്തിൽ കയറിയപ്പോൾ ഹല്ലേലൂയ എനിക്ക് മുഴു ലോകത്തെ തൊടാൻ പറ്റി. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയിൽ നീ ഒരു പ്രമോഷൻ ആഗ്രഹിക്കുന്നു, നീ ഒരു അടുത്ത തലം കൊതിക്കുന്നു. ഈ രാത്രി അധികാരത്തെ താത്തുവെച്ച് അനുസരണത്തെ ഏറ്റെടുക്കുക. ശുശ്രൂഷയുടെ അടുത്തൊരു പ്രൊമോഷൻ നിങ്ങൾ കൊതിക്കുന്നു. രാത്രി പറ, ഒരു അനുസരണത്തിന് പുതപ്പ് തരണമെന്ന് പറ. മനസ്സിലായില്ലല്ലേ? ഹല്ലേലൂയ. അധികാരത്തിൽ നിന്നപ്പോൾ അവൻ ഒരു സമൂഹത്തെ തൊട്ടെങ്കിൽ അനുസരണത്തിൽ നിന്നപ്പോൾ ഒരു ലോകത്തെ മുഴുവൻ അവൻ ഒറ്റയ്ക്ക് തൊട്ടു. ആമേൻ. നിന്റെ അനുസരണം നിന്റെ പ്രൊമോഷൻ ആയിരിക്കും. വിശ്വസിക്കാമെങ്കിൽ രാത്രി വിശ്വസിക്കുക. നിന്റെ അനുസരണം നിന്റെ പ്രൊമോഷൻ ആയിരിക്കും. ആമേൻ. എത്ര പേർക്ക് രാത്രി വചനം മനസ്സിലായി? ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂതോടെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. ആമേ. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് മിനിസ്ട്രി ഏതാ? ആമേ. അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷ എന്നാ കർത്താവെ ചെയ്തേ? കർത്താവിനോട് പറഞ്ഞു, എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷ ആ വെള്ളത്തേക്ക് ശാസിച്ച് വെള്ളത്തിന്റെ മീതെ നടന്നു വരുന്ന ഞാൻ സൂപ്പർമാൻ. ആമേൻ, ആമേൻ. എൻ്റെ ആണെങ്കിൽ ശുശ്രൂഷയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ലാസറിന്റെ കല്ലറയിൽ നിന്നും ലാസറിനെ പുറത്തെടുക്കുന്ന ആ സൂപ്പർമാൻ. ആമേൻ. കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഓർത്തിരിക്കാൻ ഇഷ്ടമുള്ള ശുശ്രൂഷ അതൊന്നുമല്ല. ആമേൻ. ഞാൻ അനുസരണത്തിൽ ക്രൂശിൽ ചെയ്തൊരു ശുശ്രൂഷ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെയോ ദൈവാത്മാവ് തൊടുന്നു. ഈ രാത്രി എത്ര പേർ അതിനെ സ്വീകരിക്കുക? നിങ്ങളുടെ ബെസ്റ്റ് മിനിസ്ട്രി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബെസ്റ്റ് ശുശ്രൂഷ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ഈ രാത്രി പറയും, 2013 എനിക്ക് എന്റെ ബെസ്റ്റ് ചെയ്യണം? ആമേൻ. ദേവദാസന്മാരെ, ജയലാൽ പാസ്റ്ററെ, നിന്റെ ശുശ്രൂഷയുടെ ബെസ്റ്റ് നീ ചെയ്യുന്നത്, ഇതൊരു പ്രധാനപ്പെട്ട ഒരൊറ്റ സെന്റൻസ് നിങ്ങൾ കേൾക്കുക. നിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ബെസ്റ്റ് ജോർജ് പാസ്റ്റർ, ഫിലിപ്പ് പാസ്റ്റർ, നിങ്ങൾ ചെയ്യുന്നത് രാജാവാകാൻ തിക്കും തിരക്കും കൂട്ടുന്ന ആൾക്കൂട്ടത്തിന്റെ നടുവിലല്ല. നിന്റെ ബെസ്റ്റ് നീ ചെയ്യുന്നത് നിന്റെ രാജത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ക്രൂശിലായിരിക്കും. പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ചില നാളുകൾക്ക് മുമ്പ് കണ്ടില്ലേ അവനെ രാജാവാക്കാൻ ആളുകൾ പിടിച്ചത്? നിനക്ക് ജയ് വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് നീ ചെയ്യുന്നത് ആരുമില്ലാത്ത, നിന്റെ രാജത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന, നിന്റെ മിനിസ്ട്രി വെല്ലുവിളിക്കപ്പെടുന്ന, നിന്റെ ശുശ്രൂഷകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ക്രൂശിലായിരിക്കും. ആമേൻ. നിങ്ങൾ തയ്യാറാണോ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ? അവിടെ നീ ഒറ്റപ്പെടേണ്ടി വരും. അവിടെ വല്ലാതെ വിമർശനത്തിനകത്ത് കയറേണ്ടി വരും. അവിടെ ആരും കാണത്തില്ല. അവിടെ നിന്റെ തൊട്ടടുക്കൽ നിന്റെ അപ്പം തിന്നവൻ കാണത്തില്ല. തൊട്ടടുക്കൽ നിന്റെ കൈവപ്പിനാൽ പ്രാർത്ഥിച്ച് സൗഖ്യമായവൻ കാണത്തില്ല. അവരെല്ലാവരും പോകും. ആമേൻ. അവിടെ നീയും നിന്റെ ദൈവവും മാത്രമേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. ആരോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റിലേക്ക് ഇന്ന് രാത്രി കടക്കുന്നു. ആമേൻ. ആരൊക്കെയോ ഏതൊക്കെയോ കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് അവർ ചെയ്യാൻ പോകുന്നു. ഈ രാത്രി ഞാൻ വീണ്ടും ദൂതാവർത്തിക്കാം. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് നീ ചെയ്യുന്നത് നിന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ദിവസങ്ങളിലല്ല, നിന്നെ ആരും അംഗീകരിക്കാത്ത ദിവസത്തിലായിരിക്കും നിന്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് നീ ചെയ്യുന്നത്. ധാരാളം പ്രിയപ്പെട്ടവരെ കർത്താവ് തൊടുന്നു. ചില പ്രിയപ്പെട്ടവരിന്ന് കരയുന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് കർത്താവിനോട് രാത്രി പറ, നിന്റെ ജാട എല്ലാം ഒന്ന് മാറ്റി വെക്ക്. നീ ആരാന്ന നിന്റെ ധാരണ? നീ ആരാന്ന നിന്റെ ചിന്ത? എന്നിട്ട് ഈ രാത്രി പറ, ഏതൊക്കെയോ കുടുംബങ്ങൾ പ്രൊമോഷനിലേക്ക് കയറുന്നു. ഏതൊക്കെയോ കുടുംബങ്ങൾ വർധനവിലേക്ക് കയറുന്നു. നീ ആ ഒറ്റപ്പെട്ട, നീ ആ അകത്ത് കടന്ന, നീ ആ നിലവിളിച്ച ദിവസങ്ങൾ നിനക്കറിയാതെ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് നീ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാപിക്കുക. ആരും ഒന്നും പിടിച്ചു നോക്കണം. നിനക്ക് കരയണോ തോന്നുന്നു, കരഞ്ഞോ. തൊടുക സഹോദര ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി നിന്നെ. ചിലർക്ക് ഇത് മനസ്സിലാകത്തില്ല ചിലർക്ക്. എന്നാലും ഇന്ന് രാത്രി മനസ്സിലാകുന്ന നീ രാത്രി പറ, ഇതെനിക്കൊരു ഭയങ്കര ദൈവശക്തിയാ. ജീസസ്, ജീസസ്, ജീസസ്. ഒറ്റപ്പെട്ട ഉടഞ്ഞ ആരെങ്കിലും ഇവിടെ കേൾപ്പുണ്ടോ? ഈ വചനത്തിന്റെ ശക്തി കയ്യടിയല്ല പ്രിയപ്പെട്ടവനെ. ഈ വചനത്തിന്റെ ശക്തി, ഇതിനകത്തൊരു ജീവൻ കിടപ്പുണ്ട്.
അത് നീ പ്രസംഗം കേൾക്കാൻ വന്നാൽ പിടികിട്ടത്തില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന ക്രൂശിനെ നീ വിശ്വസിക്കണം. ഞാൻ ഈ പറയുന്നത് നിന്നോടുള്ള സന്ദേശമാണെന്ന് നീ ബ്ലൈൻഡായിട്ട് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് രാത്രി ഭയങ്കര കാര്യങ്ങൾ ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ ചിലത് ഇന്ന് രാത്രി നടക്കട്ടെ. നീ ചോദിച്ചില്ലേ എന്താ ഞാൻ ഒറ്റപ്പെട്ടതെന്ന്? നീ ചോദിച്ചില്ലേ എന്താ ഞാൻ ഉടഞ്ഞതെന്ന്? ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് പറയാനൊരു ദൂതുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലത് നിനക്ക് തരാൻ വേണ്ടിയായിരുന്നു ഞാൻ നിന്നെ വല്ലാതെ ഉടച്ചത്. ആമേൻ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് നിന്റെ കൈകളിൽ ഏൽപ്പിക്കാനായിരുന്നു ഞാൻ നിന്നെ വല്ലാതെ തകർത്തത്. ദൂതന്മാർക്ക് പിടികിട്ടുന്നില്ല, എന്നാൽ ഇന്ന് രാത്രി ദൂതന്മാർക്ക് പിടികിട്ടുന്നുണ്ട്. എന്താ പുത്രൻ ആമേൻ ഒന്നും മിണ്ടാതെ കിടന്നതെന്ന്. ആമേൻ. ഈ രാത്രി ക്രൂശ് അതൊരു മനുഷ്യന്റെ ജ്ഞാനമല്ല, ക്രൂശ് അതൊരു ദൈവത്തിന്റെ ജ്ഞാനമാണ്. ആമേൻ. ശ്രദ്ധിച്ചേ ദൈവദാസന്മാരെ, ശ്രദ്ധിച്ചേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു ദൂതില്ലേ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവൻ സൗഖ്യമായി. പക്ഷേ അവനെ ചാട്ടവാറ കൊണ്ട് അടിക്കുമ്പോൾ അത് തെറിച്ചു വീഴുന്ന മാംസത്തുണ്ടും രക്തവും തെറിച്ചു വീഴുന്നവൻ ഒരു ഫീലിംഗും ഇല്ല. ദൂതന്മാർക്ക് മനസ്സിലാകുന്നില്ല. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി വെളിപ്പാട് ഞാൻ പറയാം. എന്താ അവനെ അടികൊള്ളാൻ നിന്ന് തരുന്ന? ആമേൻ. ആ അടി ആമേൻ അതൊരു ഭയങ്കര ദൈവത്തിന്റെ ജ്ഞാനമാണ്. എന്തിനാ അവൻ മുറിക്കപ്പെടുന്നേ? അതൊരു ഭയങ്കര ദൈവത്തിന്റെ ജ്ഞാനമാണ്. പിൽക്കാലത്തിൽ ആ ജ്ഞാനം മനസ്സിലാക്കിയവൻ പറഞ്ഞു, അവന്റെ അടി പിണരോ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എത്ര പേർക്ക് ക്രൂശിന്റെ വചനം, ക്രൂശിന്റെ വചനം, ക്രൂശിന്റെ വചനം നടക്കട്ടെ. സൗഖ്യം നടക്കട്ടെ, നടക്കട്ടെ ഈ രാത്രി സൗഖ്യം. ആമേൻ. എല്ലാ മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ടുകൾ യേശുവിൻ നാമത്തിൽ പീലാത്തോസേ, നിന്റെ വല്യപ്പൻ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ ക്രൂശിനെ കുറിച്ച് പ്രവചിച്ചു. നിന്റെ സാമ്രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് അവന്റെ ക്രൂശിനെ കുറിച്ച് പ്രവചിച്ചു. ഒരു പ്രവാചകൻ യെശയ്യാവ് അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, യഹോവ അവന് കഷ്ടം വരുത്തി. നീ അല്ല കഷ്ടം വരുത്തിയത്, അവന് കഷ്ടം വരുത്തുന്നത് യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നു. ആമേൻ. എന്തിനാ? ക്രൂശിന്റെ കഷ്ടമാണ് ക്രൂശിനെ വിശ്വസിക്കുന്ന നിന്റെ ലാഭം. ആമേൻ. ക്രൂശിന്റെ തകർച്ചയാണ് ക്രൂശിനെ വിശ്വസിക്കുന്ന നിന്റെ ഉയർച്ച. വിശ്വസിക്കാ ചുമ്മാ പുസ്തകം കൊണ്ട് നടക്കാതെ വിശ്വസിക്കുക. ആമേ. ഇത് പ്രസംഗിക്കാൻ ചോദിക്കുന്ന വേറെ ഒന്നും ഇല്ലയോ? പണി നോക്കിപ്പോ. ഇത് മനസ്സിലാക്കുന്ന വേറെ ഒന്നും. നിനക്ക് നിന്റെ തലക്കകത്ത് കിടക്കുന്ന മുഴുവൻ അധികാര. പക്ഷെ ക്രൂശിനെ ഞാൻ മനസ്സിലാക്കിയപ്പോ എന്റെ അകത്ത് വന്നത് അനുസരണ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് അത് ചെയ്തു തുടങ്ങി കഴിഞ്ഞു. ആമേൻ. എത്ര പേർക്ക് രാത്രി ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായി? ഹല്ലേലൂയ. അവന്റെ അടി പിണര. ഇന്ന് രാത്രി സൗഖ്യം നടക്കാൻ പോവാ. ഇന്ന് രാത്രി മേജർ ഡെലിവറൻസ് നടക്കാൻ പോവാ. അത് റൈസൺ തോമസ് വന്നതുകൊണ്ടല്ല നടക്കുന്നത്, അവനൊരു ശക്തിയില്ലെന്ന്. ആമേൻ. പക്ഷെ ക്രൂശിന്റെ വചനത്തിന് ഹല്ലേലൂയ അവൻ ഉയർത്തുന്ന യേശുവിന്. എത്ര പേര് ഈ രാത്രി അതിനെ വിശ്വസിച്ച് കരങ്ങളെ തട്ടി ദൈവത്തിന് അല്പസമയം കരങ്ങളെ ചേർത്ത് തട്ടി ദൈവത്തിന് പ്രാപിക്കുന്ന രാത്രി സ്വീകരിക്കുക. രാത്രി സ്വീകരിക്കുക. രാത്രി സ്വീകരിക്കുക. രാത്രി സൗഖ്യം സൗഖ്യം അഴിയട്ടെ. ശാപങ്ങൾ അഴിയട്ടെ, അഴിയട്ടെ. ബോണ്ടേജുകൾ പൊട്ടട്ടെ. തലമുറയുടെ മേൽ പിശാച് വെച്ചിരിക്കുന്ന കരകൾ യേശുവിൻ നാമത്തിൽ എടുത്ത് മാറ്റട്ടെ. നിന്റെ ശുശ്രൂഷ വിടുവിക്കപ്പെടട്ടെ. സഹോദരിമാരെ തൊടുന്നു, നിന്നെ തൊടുന്നു, തൊടുന്നു. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ക്രൂശിന്റെ ശക്തി വ്യാപരിക്കുന്നു. പ്രാപിച്ചു. വിടരുത്, വിടരുത്. ഇത് നിന്റെ സമയമാ, ഇത് നിന്റെ സമയമാ, ഇത് നിന്റെ സമയമാ, ഇത് നിന്റെ സമയമാ, ഇത് നിന്റെ സമയമാ. ഹല്ലേലൂയ.
Hallelujah. 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 അമ്മേ, സ്വീകരിക്കുന്ന നിങ്ങളെ ഓർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ചിലരെ നോക്കി ഞാനൊരു ദൂത് പറയാം, കൈ അടിക്കല്ലേ, വല്ല വിടുതലും കിട്ടിപ്പോയാലോ, ഒരു സ്വത്രമൊന്നും പറഞ്ഞേക്കല്ലേ. ആമേൻ. വല്ല നിന്റെ കുടുംബം അങ്ങനെ വിടിവിക്കപ്പെട്ടാലോ, പോയി പണി നോക്കണമേ. ആമേൻ. ഇത് നീ ഉദ്ദേശിക്കുന്ന സംഗതി അല്ല, ഇത് നിന്റെ സ്കെയിലിനെ തളർന്നാ കിട്ടുന്നത് അല്ലത്. ആമേൻ. ഈ രാത്രി വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ഇന്ന് രാത്രി ഇതിനെ സ്വീകരിച്ച് മടങ്ങണേ. ഒരാളെ ഉയർത്താൻ ദൈവത്തിൻ്റെ കാരണം വേണം. ഒരു കാരണമല്ല ദൈവം ഒരാളെ ഉയർത്തത്തില്ല. വന്നാട്ടെ ഫിലിപ്പാസ്, ജോർജ് പാസ് വന്നാട്ടെ പറയട്ടെ, ഇത് കർത്താവാണെന്ന് ഇരിക്കട്ടെ. കർത്താവാ, അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. കർത്താവിനെ ഉയർത്താൻ ഒരു കാരണം വേണം. ചുമ്മാ അല്ലെങ്കിൽ ജോർജ് പാസ്റ്ററെ ഉയർത്താൻ ഒരു കാരണം വേണം. ഒരു കാരണമില്ലാതെ ജോർജ് പാസ്റ്ററെ ഉയർത്തിയ നാളെ പിശാച് ചോദിക്കും, എന്തിനാ അവനെ ഉയർത്തിയ? എന്റെ കാരണം എന്താ? ഈ പിന്നെ അവനെ ഉയർത്താത്ത അവളെ ഉയർത്താത്ത എന്താ? നിന്നെ ഉയർത്താൻ ദൈവത്തിൻ്റെ ഒരു കാരണം വേണം. നിന്നെ ഉയർത്താനുള്ള കാരണമാണ് നിന്റെ ആ ക്രൂശ്. മനസ്സിലാവുന്നുണ്ടോ? ഞാനും നീ ശുശ്രൂഷയിൽ നിന്ന് പ്രയോജനപ്പെടുമ്പോൾ ഒരു പിശാചിനും പറയാൻ പറ്റത്തില്ല എന്താ അവൻ കത്തുന്നെന്ന്. നീ കത്തുന്നതേ കണ്ടുള്ളൂ, ഉടഞ്ഞ ദിവസങ്ങൾ നീ കണ്ടിട്ടില്ല. ആമേ. തകർന്ന ദിനരാത്രങ്ങൾ നീ കണ്ടിട്ടില്ല. എത്ര പേർക്ക് ഈ രാത്രി വചനം മനസ്സിലായി? ആമേൻ. കരങ്ങളെ തട്ടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാം. ഉടയുന്നതിന് മുമ്പ് നിന്റെ മേൽ അഭിഷേകമാണെങ്കിൽ, ഉടഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മേൽ ഗ്ലോറിയാണ് വെളിപ്പെടുന്നത്. ആമേൻ. എത്ര പേർക്ക് ഈ രാത്രി വചനം മനസ്സിലായി? ആമേൻ. ഉടയുന്നതിന് മുമ്പ് നിനക്കൊരു ചെറിയ സർക്കിളിലാണ് നിന്റെ റേഞ്ച് എങ്കിൽ, ഉടഞ്ഞവനെ നോക്കി ദൈവം പറയും, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമം. ഉടയാത്തവനെ നോക്കിക്കൊണ്ട് പറയുക, അനുസരണം ഇല്ലാത്തവനെ നോക്കി പറയാം, സൗഖ്യമാക്കിക്കോ. ഗലീലയിലൊക്കെ നിന്നോണം. ദുബായിലൊരു 10-30 എണ്ണത്തെ കൊണ്ട് നീ വലിയ പുലിയാന്ന് പറഞ്ഞ് നടന്നോണ്. മിണ്ടുന്നില്ല. ഒന്ന് ഉടയാവോ? Only you can expect the glory. ആരെങ്കിലും ഇന്ന് രാത്രി ഉടയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ? Come on. ആരാ ഇന്ന് രാത്രി? ആമേൻ. ആരാ ഈ മെസ്സേജ് നിന്നോടാണെന്ന് ആരാ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവനെ ഉയർത്തി. ജോർജ് പാസ്റ്ററെ, നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് റീസൺ വേണം. ഫിലിപ്പാസ്, നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് റീസൺ വേണം. പാസ്റ്റർ ജയലാൽ, നിങ്ങളെ ദൈവത്തിന് വർദ്ധിപ്പിക്കാൻ ഒരു റീസൺ വേണം. ഒരു കാരണമില്ലാതെ ദൈവം ഒരുത്തനെ വർദ്ധിപ്പിക്കത്തില്ല. ഒരു കാരണമില്ലാതെ ദൈവം ആരെ ഉയർത്തത്തില്ല. യോസഫേ, നീ നാളെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്നെ എത്തിക്കാൻ ഒരു റീസൺ വേണം. ആമേൻ. ദാവീദേ, നീ നാളെ അധികാരത്തിൽ നിൽക്കുമ്പോൾ ആ അധികാരത്തിൽ നിന്നെ നിർത്താൻ ഒരു കാരണം വേണം. നിങ്ങൾ പുതിയ നിയമം വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രി ഈ ദൂതോടെ വിശ്വാസം നമുക്ക് ഇവിടെ നിർത്താം. ഇതിനപ്പുറം 11 രാത്രി ഒക്കത്തില്ല. നാളെ രാത്രി വചനം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാ. ആമേൻ. അസാധാരണമായി ദൈവത്തിന്റെ കാര്യം ചലിക്കുന്നത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാ. ആമേൻ. കർത്താവ് ചില കാര്യങ്ങൾ നാളെ ഇവിടെ ചെയ്യാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ചിലത് നിന്റെ കുടുംബത്തിൽ ചിലത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നിന്റെ മിനിസ്ട്രി ദൈവം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ കയ്യിൽ നിന്നും നിന്റെ അനുവാദമില്ലാതെ ആ അധികാരത്തെ ദൈവം പിടിച്ചു
വാങ്ങിക്കും. ആമേൻ. എന്നിട്ടൊരു അനുസരണത്തിന്റെ പുതപ്പ് നിന്റെ മേൽ ഇടിയിക്കും. ആമേൻ. എന്നിട്ട് നാട്ടുകാർക്ക് പന്ത് തട്ടാൻ ആമേൻ നിന്നെ ചില ദിവസങ്ങൾ വിട്ടുകൊടുക്കും. ഹല്ലേലൂയ. നീ അവിടെ മിണ്ടരുത്, നീ അവിടെ മിണ്ടരുത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇന്ന് രാത്രി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. പുതിയ നിയമത്തിൽ നീ കർത്താവിലാ നിൽക്കുന്നതെങ്കിൽ നിനക്ക് പോരാട്ടം ഇല്ല. അങ്ങനൊന്നും പറയല്ലേ ഭാഷ, ഞങ്ങൾ അതുണ്ടാവണ്ട രക്ഷപ്പെട്ടു പോന്നേ. പോരാട്ടമില്ല. പിന്നെ എന്താ നിനക്കുള്ളേ? നിനക്കുള്ളതിന്റെ പേരാ പരീക്ഷ. മിണ്ടുന്നില്ല അല്ലേ? പോരാട്ടം ഇടുന്നത് പിശാചാണെങ്കിൽ പരീക്ഷ ഇടുന്നത് ദൈവമാ. പോരാട്ടം നിന്റെ തകർച്ചയ്ക്കാണെങ്കിൽ പരീക്ഷ നിന്റെ പ്രമോഷനാ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർ പിടികിട്ടിയവർ സ്വത്രം പറ. ഹല്ലേലൂയ. പോരാട്ടം ഇടുന്നവന്റെ പ്രശ്നം ആമേൻ. പോരാട്ടം ആമേൻ. ജോർജ് വാസ്ത്രമേൽ പോരാട്ടം ഇടുകയാണെങ്കിൽ പിശാചിന്റെ ഏറ്റവും വലിയ ചിന്ത ഇവൻ എടുക്കാൻ വയ്യാത്തത് കൊടുക്കും. ആമേൻ. പക്ഷേ പരീക്ഷ ഇടുന്ന ദൈവം അവൻ സഹിക്കാവുന്നതേ കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേർ ഈ രാത്രി ദൈവത്തിന് നന്ദി പറയും? ആമേൻ. ഹല്ലേലൂയ. പോരാട്ടത്തിന് പോക്ക് വഴികൾ കാണത്തില്ല, പക്ഷേ പരീക്ഷയോടുകൂടെ പോക്ക് വഴികൾ കാണും. കണ്ണു തുറക്കുന്ന രാത്രി. ഹല്ലേലൂയ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? വല്ലതും പിടികിട്ടിയോ? പുതിയ നിയമം ഇതാ. ഇത് പ്രസംഗിക്കുമ്പോൾ ചില ആൾക്ക് മനസ്സിലാകത്തില്ല. അവർ ചോദിക്കും വേറെ പ്രസംഗമൊന്നും ഇല്ലയോ? ഈ കാറ് കിട്ടുന്ന പ്രസംഗം, ഈ കൈയൊക്കെ പൊക്കുമ്പോ ഇങ്ങനെ എല്ലാവരുടെ വീണിട്ട് വീട് കിട്ടുന്ന പ്രസംഗം, നീ പോയി വേറെ പണി നോക്കാമേ. ക്രൂശിന്റെ വചനം നിനക്ക് മനസ്സിലാകത്തോണ്ടാ നീ ഇന്ന് രാത്രി നിൽക്കുന്നത്. ആമേ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉയർത്താൻ വേറെ ആരെയും ഇല്ല. ആമേ. ഈ രാത്രി ഞങ്ങൾക്ക് ഉയർത്താൻ ക്രൂശിക്കപ്പെട്ടവനാ ഉള്ളത്. ഇന്ന് രാത്രി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എത്ര പേർ വിടുതൽ ആഗ്രഹിക്കുന്നു? എത്ര പേർ സൗഖ്യം ആഗ്രഹിക്കുന്നു? എത്ര പേർ മാറ്റം കൊതിക്കുന്നു? നീ ഒന്നും ചെയ്യണ്ട, നീ പറ ഞാൻ ക്രൂശിനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ ഞാൻ ക്രൂശിനെ വിശ്വസിക്കുന്നു. ശാന്തമായിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ, ശാന്തമായിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. സമയം വേഗത്തിൽ നമ്മുടെ മുമ്പിൽ തീരുകയാണ്. 1-2 മിനിറ്റുകൾ എഴുന്നേറ്റാട്ടെ. ചിലർക്ക് യോഗത്തിന് വരുന്നതും ഒരാൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിലർക്ക് മണ്ടത്തരാ. പക്ഷെ ഇന്നലകളുടെ അനുഭവം നിനക്കിത് മണ്ടത്തരമല്ലെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഒത്തിരി പരിമിതികൾ ഇന്ന് രാത്രി ഉണ്ടായിരുന്നു. പക്ഷെ പരിമിതികൾക്കകത്ത് നിന്ന് ഞാൻ ഈ ദൂത് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായി? എത്ര പേർക്ക് ആ ദൂതിന്റെ പുറകിലെ ദൈവശക്തി പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിടുതൽ കൊതിക്കുന്നുണ്ട്? ഒത്തിരി ദിവസങ്ങൾ നമ്മുടെ മീറ്റിംഗ് ഇന്ന് രാത്രി ഇവിടെ ഇല്ല. ആമേൻ. 2 ദിവസം മാത്രമേ ആമേൻ ഈ മീറ്റിംഗ് ഇവിടെ ഉള്ളൂ. ആമേൻ. ഈ പട്ടണത്തിൽ ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ സംഭവിക്കണം. ആമേൻ. ഇവിടുത്തെ ഹോളുകൾ ഷാർജയിലെ ഹോളുകൾ പോലെ നിറയണം. ആമേൻ. ഇവിടുത്തെ ഹോളുകൾ ദുബൈയിലെ ഹോളുകൾ പോലെ നിറയണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ ഒരു ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ നടക്കണം. ആമേൻ. ഇന്ന് രാത്രി ആ ബ്രേക്ക് ത്രൂ നടക്കുന്നത് ക്രൂശിക്കപ്പെട്ടവരെ ഉയർത്തുമ്പോഴാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഉടഞ്ഞ ആരെങ്കിലും നിൽപ്പുണ്ടോ എൻ്റെ മുമ്പിൽ? തകർന്ന ആരെങ്കിലും എന്നൊക്കെ പോണ്ടോ? നീ ചോദിച്ചില്ല എന്താ ഉടച്ചെന്ന്? ഇന്ന് രാത്രി നിന്നോടൊരു ദൂത് പറയാം. നിന്നെ ഉയർത്താൻ ദൈവത്തിൻ്റെ ഒരു കാരണം വേണമായിരുന്നു. നിന്നെ ഉയർത്താൻ ദൈവത്തിൻ്റെ ഒരു റീസൺ വേണമായിരുന്നു. നിന്നെ ഉയർത്തുന്നതിന്റെ കാരണമായിരുന്നു ഇന്നലകളിൽ നീ എഴുതിയ പരീക്ഷ. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനെ തെളിയും. ആമേൻ. എത്ര പേർക്ക് രാത്രി വചനം മനസ്സിലായി? ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം കണ്ണടച്ചേ, എല്ലാം കണ്ണടച്ചേ. എത്ര പേർ പറയും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? എത്ര പേർ പറയും? ആ കരങ്ങളൊന്ന് കാണട്ടെ, ആ കരങ്ങളൊന്ന് കാണട്ടെ. ആമേൻ.
കൈവെക്കുന്നത് ചിലർക്ക് മണ്ടത്തരാ. എന്നാൽ വിശ്വസിച്ചൊന്ന് കൈവെക്കാൻ എത്ര പേരുടെ ഉണ്ട്? കൈയൊക്കെ പൊക്കുന്നത് ചിലർക്കൊരു നാണക്കേടാ. ഇത്രയും സീനിയറായ ഞാൻ ആ ചെറുക്കം പ്രസംഗിക്കുമ്പോൾ എങ്ങനെ കൈവെക്കുന്നത്? ആമേൻ. നിനക്കിത് മണ്ടത്തരാ. പക്ഷെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടോ ദൈവശക്തി പ്രാപിക്കാൻ? ഹല്ലേലൂയ. നിങ്ങൾ ചിലർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ. ആമേൻ. ക്രൂശിന്റെ ശക്തി ഒരു ബലവെള്ള ചാട്ടം പോലെ നിന്റെ മേൽ ചാടി ഇറങ്ങാൻ ദൈവത്തിന്റെ ആഗ്രഹിക്കുന്നു. ആമേൻ. നിനക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത പോലെ ദൈവത്തിന്റെ ആത്മാവിനെ നീ നിറ. ഹല്ലേലൂയ. ആ കരമുയർത്തിയ ചില പ്രിയപ്പെട്ടവർ ദയവായി മുമ്പോട്ട് വന്നാട്ടെ. കരമുയർത്തിയ ചില കരമുയർത്തിയവർ ദയവായി മുമ്പോട്ട് വന്നാട്ടെ. കരമുയർത്തിയവർ ദയവായി മുമ്പോട്ട് വന്നാട്ടെ. സഹോദരന്മാർ, സഹോദരിമാർ, ദയവായി സമയമില്ല, വേഗത്തിൽ ചില നിമിഷങ്ങൾ. ഹല്ലേലൂയ. കർത്താവിന്റെ കരം. പാസ്റ്റർ ജയലാൽ, can you help me? ഹല്ലേലൂയ പ്ലീസ്. ഒരു 2 വരി പാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രൂശിൽ നീ. ആമേൻ, ആമേൻ. പ്ലീസ്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാസ്റ്റർ ജയലാൽ, ഹല്ലേലൂയ. എല്ലാ സഹോദരിമാർ കുറച്ചുകൂടെ കയറി വന്നാട്ടെ. സഹോദരന്മാർ അല്പം കൂടെ കയറി വന്നാട്ടെ. ആമേൻ, ആമേൻ. കയറി വന്നാട്ടെ. ഈ രാത്രി നീ പറയേണ്ട ഒറ്റ കാര്യം, കർത്താവേ ഞാൻ ക്രൂശിനെ വിശ്വസിക്കുന്നു. പറഞ്ഞേ. നീ വേറെ ഒന്നും പറയണ്ട. കുറച്ചുകൂടി കയറി വാ. പ്രാർത്ഥിക്കും. കയറി വാ. മുമ്പോട്ട് കയറി വന്നാട്ടെ. സൗകര്യമാണ്. വന്നാട്ടെ. നിങ്ങളിൽ പലർക്കും ഇതൊന്നും ശീലമില്ലാത്തതാ. എന്നാൽ ഇന്ന് രാത്രി ശീലങ്ങളെ പൊളിക്കുന്ന. നീ രോഗിയാണോ? നീ തകർന്നവനാണോ? നീ ഉടഞ്ഞവനാണോ? നീ ഒന്നും പറയണ്ട. ഞാൻ വിശ്വസിക്കുന്നു ക്രൂശിനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന ഭയങ്കര ദൈവത്തിന്റെ മഹത്വം ഈ രാത്രി. മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഭയങ്കരമായി ദൈവം ചിലതിനെ തൊടുന്നു. പകരം എന്തു നൽകും ഞാനിനി? ക്രൂശിന്റെ വചനം. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഡോക്ടർമാർ പറഞ്ഞ റിപ്പോർട്ട് തെറ്റാ. ക്രൂശിൽ എന്റെ യേശു പറഞ്ഞ റിപ്പോർട്ടാ കറക്റ്റ്. ഡോക്ടർമാർ പറഞ്ഞു സൗഖ്യമാകത്തില്ലെന്ന്. ക്രൂശിൽ എന്റെ യേശു പറഞ്ഞു എന്റെ അടിപ്പിണറാൽ സൗഖ്യം ഉണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണടച്ച പ്രിയപ്പെട്ടവർ, ഇതൊരു ഭയങ്കര സമയമാണ്. ആരൊക്കെയോ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നു ഇവിടെ നിന്ന്. ആരുടെയോ മേലൊരു ദൈവശക്തി ഭയങ്കരമായിട്ട് വ്യാപരിക്കുന്നു. ആരൊക്കെയോ ഭയങ്കരമായി ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഈ രാത്രി ശക്തി വ്യാപരിക്കുന്നു. ഗ്ലോറിയസ് ആയ ചിലത് ഇന്ന് രാത്രി. സ്നേഹത്തെ ഹല്ലേലൂയ. ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ഊതി വീഴ്ത്തും മുന്തി വീഴ്ത്തും ഒന്നും അല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ ശക്തി കത്തട്ടെ ഇന്ന് രാത്രി. കത്തട്ടെ ഈ രാത്രി. ഒരു തീ പോലെ, ഒരു തീ പോലെ, ഒരു തീ പോലെ, ഒരു മഞ്ഞ് പോലെ, ഒരു മഴ പോലെ. ശക്തിയെ കർത്താവ് ഇപ്പോൾ ചെയ്യുന്നു. ഇപ്പോൾ ചില ശാപങ്ങൾ പൊളിയുന്നു. ഇപ്പോൾ ചില ബോണ്ടേജുകൾ പൊളിയുന്നു. ഇപ്പോൾ ചില കെട്ടുകൾ പൊളിയുന്നു. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. യേശുവിൻ നാമത്തിൽ,
യേശുവിൻ നാമത്തിൽ ഇന്നാരോ സ്വർഗീയ പിതാവേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയെ ക്രൂസിന്റെ ശക്തി, ആമേൻ, ക്രൂസിന്റെ ശക്തി. കരങ്ങളെ തട്ടി ഇപ്പോൾ ഇതിനെ സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. Shandarani Serian Tirian Tolorobose Shuaramini. നിന്റെ ജീവിതത്തെ മാറ്റിവിടുന്ന, നിന്റെ ലൈഫിനെ വഴിതിരിച്ചു വിടുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ പകർച്ച. ജീസസ്, 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 ജീസസ്. അച്ഛാ, ഇത് ഒത്തിരി പേർക്ക് പിടികിട്ടുന്നില്ല, ഇത് ഒത്തിരി പേർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ആരോ പറയുന്നു, എനിക്കിത് മനസ്സിലാകുന്നു, എനിക്കിത്. Shantoro Serele Sundere Sualo Mrohene Hallelujah, hallelujah, hallelujah. അപ്പാ, ഇനി ഇവിടെ ചടങ്ങൊന്നുമില്ല. ഇനി ഒരു ബിഷപ്പ് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം ഒന്നും രാത്രി പറയത്തില്ല. അതൊക്കെ നാളെ രാത്രി. ഇന്ന് രാത്രി ഈ ശക്തിയോടെ നിങ്ങൾ പടയിൽ പോകാൻ പോവുക. ഇന്ന് രാത്രി നീ മടങ്ങി നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ക്രൂസിന്റെ ശക്തി എന്തെന്ന് നിന്റെ വീടിനെ ഭരിക്കുന്ന അന്ധകാരങ്ങൾ അറിയണം. Karmojana de badara de badara de babariandara de balabaseri andala de bariandaro. Bora badana gajalari andala de basi andara de bele heroni. Mahadi de balaga jalala basi andaro. Oh, shadara badara dara. പ്രിയ പിതാവേ, പ്രിയ പിതാവേ, Amen. ക്രൂശിൽ അങ്ങയുടെ പുത്രൻ തകർന്നപ്പോൾ ആ തകർച്ചയിൽ കൂടെ നീ ഞങ്ങൾക്ക് എന്തെല്ലാം ദാനമായി തന്നോ അതെല്ലാം ഈ പ്രഥമ രാത്രിയിൽ ഈ ജനത്തിന്റെ മുന്നേ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിൽ അങ്ങയുടെ പുത്രനെ തകർത്തപ്പോൾ എന്തെല്ലാം നീ ഞങ്ങൾക്ക് തന്നോ അതെല്ലാം ഈ രാത്രി ഞാൻ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ക്രൂശിൽ അങ്ങയുടെ പുത്രനെ തകർത്തപ്പോൾ നീ ഞങ്ങൾക്ക് എന്തെല്ലാം തന്നോ ആ ക്രൂശിൽ എന്തെല്ലാം പുത്രൻ നിവർത്തീകരിച്ചോ അതെല്ലാം ഈ രാത്രി ഞാൻ ജനത്തിനെ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മണ്ടത്തരത്തിന്റെ ക്രൂശ് ഇന്ന് രാത്രി അവർക്ക് സൗഖ്യമായി വ്യാപരിക്കട്ടെ. മണ്ടത്തരത്തിന്റെ ഈ മാർഗം അവർക്കൊരു വിടുതലായി തീരട്ടെ. മണ്ടത്തരത്തിന്റെ ഈ ചിന്ത ഇന്ന് രാത്രി അവർക്കൊരു വിടുതലായി മാറട്ടെ. നീ രോഗിയാണോ? നിന്റെ രോഗമുള്ള ഭാഗത്തേക്ക് നിന്റെ കരം വെച്ചാട്ടെ. നിന്റെ രോഗമുള്ള ശരീരഭാഗത്തേക്ക് നിന്റെ കരം വെച്ചാട്ടെ. എന്നിട്ട് ഈ രാത്രി നീ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഞാൻ ക്രൂശിനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞ ക്രൂശിനെ വിശ്വസിക്കുന്നു. സകല നാമത്തിലും മേലായ നാമമുള്ള ആമേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു.
ഇപ്പോൾ ആ ക്രൂശിന്റെ ശക്തി ഇവരുടെ മേൽ ഒരു സൗഖ്യമായി വെളിപ്പെടട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി വേറെ പ്രാർത്ഥനയും ചടങ്ങുകളൊന്നുമില്ല. ശാന്തമായി നമുക്ക് പിരിഞ്ഞു പോകാം. നാളെ രാത്രി നമുക്ക് കുറച്ച് നേരത്തെ വരാം, കുറച്ച് നേരത്തെ പ്രസംഗിക്കാം. ഈ പട്ടണത്തിൽ ഭയങ്കര ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. അമ്മേ, അടുത്തിരിക്കുന്ന അമ്മ സഹോദരന്മാർ തമ്മിൽ സഹോദരിമാരെ തട്ടിട്ട് പറ, ഒന്നും പേടിക്കണ്ട, ക്രൂശിനെ വിശ്വസിക്കാൻ പറ. ഹല്ലേലൂയ. ഒന്നും പേടിക്കണ്ട അച്ഛാ. എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ക്രൂശിനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മാമേ, വേറെ ഒന്നും പേടിക്കേണ്ടത്, ക്രൂശിനെ വിശ്വസിക്കുക. എന്നിട്ട് കരഞ്ഞ മുഖത്തോടല്ല സന്തോഷത്തോടെ തിരിച്ചു പോകും. ആമേ. നീ കരയാതിരിക്കാനാ കർത്താവ് ക്രൂശിൽ കരഞ്ഞേ. ആമേ. നീ ഉടയാതിരിക്കാൻ അവൻ അവിടെ ഉടഞ്ഞ്. ഇനി വേറെ ചടങ്ങൊന്നുമില്ല, യോഗം തീർന്നു. നിങ്ങൾക്ക് വീട്ടിൽ പോവാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ഔപചാരികമായിരിക്കുന്ന ചടങ്ങുകളൊന്നും ഇവിടെ ഇല്ല. ആശീർവാദം ഒന്നും പറയുന്നില്ല. ഈ ബലത്തോടെ പോവുക. നാളെ വന്ന് ഇതിലധികമായിട്ട് പ്രാപിച്ചതിന് ശേഷം ആശീർവാദം പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കരങ്ങളോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुकी आसमां, ओ महिमा गाए ज़मीन। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमां, और महिमा गाए ज़मीन। हम गाए हो सहरा, तू राजाओं का है राजा, तेरी महिमा होवे सदा। तू है प्रभु हमारा खुदा।